അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകൃതിയിൽ നിന്ന് സ്വയമേവ വരുന്ന ഇത്തരം കെമിക്കൽസ് ഉണ്ട്, ചേർക്കുന്ന കെമിക്കൽസ് ഉണ്ട്. മത്സ്യത്തിലും മാംസത്തിലും എല്ലാം ഫോർമാൽഡിഹൈഡ് ചേർക്കുന്നതാണ്. 1, 3, 4 ദിവസം വേണം. കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളിൽ 90% തൂത്തുക്കുടിയിൽ നിന്ന് വരുന്നതാണ്. കാരണം കേരള തീരത്ത് മത്സ്യബന്ധനം ഇപ്പം നിരോധിച്ചിരിക്കുക. നിത്യവും മത്സ്യം വേണമെന്നുള്ളത് നിർബന്ധമാണ്. ജനങ്ങൾക്കിനി വേണ്ടാന്ന് തീരുമാനമെടുക്കാം എന്ന് വന്നാൽ പോലും ഹോട്ടലുകൾക്കാവില്ല. ഹോട്ടലുകൾ പേരെടുക്കുന്നത് ഇന്നതരം മത്സ്യം അവിടെ കറി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അതിനായിട്ട് മാത്രം പോകുന്നവരാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ട്. ഫോർമാൽഡിഹൈഡ് നിങ്ങളുടെ ലിവറിനെയും പാൻക്രിയാസിനെയും ഒക്കെ വല്ലാതെ ബാധിച്ച് ക്യാൻസറിലേക്ക് പ്രവണതയുണ്ട്. കോശങ്ങളിൽ അത്തരമൊരു ഇതുണ്ടാവും. ഇത് കേട്ട് പേടിക്കണ്ട. പഴയ കാലത്തെ അമ്മമാർക്ക് അതിൻ്റെ ടോക്സിക്കോളജി അറിയാവുന്നതുകൊണ്ടാണ് കൂണും മറ്റും പറിച്ചു കൊണ്ടുവന്നാൽ അവർ മഞ്ഞൾ അരച്ചു പറിക്കും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതിതിനെ പൂർണ്ണമായി കളയും. കേരളീയർ പേടിക്കാതിരുന്നതുകൊണ്ടാണ്. മഞ്ഞള് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് അതിലരിഞ്ഞിട്ടിട്ടാണ് പഴയ അമ്മമാർ പച്ചക്കറികളിൽ പലതും പിന്നീട് ഉപയോഗിച്ചു. കാരണം കാബേജും കോളിഫ്ലവറും എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന സാധനമാണ്. ഇന്നത് 30-40 ദിവസം കഴിഞ്ഞാൽ ചെയ്യില്ല. ഫ്രിഡ്ജിൽ വെച്ചാലാണ് ചെയ്യുന്നത്, പുറത്ത് വെച്ചാൽ ചെയ്യില്ല. മനസ്സിലായില്ല? ശ്രദ്ധിച്ചിട്ടില്ല? തക്കാളി ചെയ്യില്ല ഇപ്പം. അതുകൊണ്ട് അത്തരം പദാർത്ഥങ്ങളെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ജോലിക്കാരാണ്. പറമ്പിൽ കൃഷി ചെയ്ത് പെട്ടെന്ന് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. വാങ്ങിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകളോട് അത് ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ ഇന്നത് വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക, പത്രത്തിലൊക്കെ അതിന് അനുകൂലമായി എഴുതുക, അവസാനം ഇത് വിചാരിച്ചുകൊണ്ട് ഇവൻ തിന്നുക, ചാകുക. ശാസ്ത്രം മനുഷ്യന്റെ രക്ഷകനായിരിക്കണം. അപ്പൊ അതിന്റെ പരിഹാരമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഭാരതീയ വൈദ്യശാസ്ത്രത്തിന് ടോക്സിക്കോളജിയിൽ വലിയ പഠനങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം മാത്രമാണ് പറയുന്നത്. ഈ ക്ലാസ്സിൽ അത്രയും പറയാനാവുള്ളൂ. നമ്മുടെ വിഷയം വിട്ടിട്ടാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. എങ്കിലും അത്യാവശ്യമായതുകൊണ്ടാണ് പറയുന്നത്. അത്യാവശ്യമുള്ളൊരു കാര്യം നിങ്ങൾ മറന്നുപോയി. ഇതെവിടെയാണ് ഞാൻ തുടങ്ങിയതെന്ന്. ഞാൻ മറന്നിട്ടില്ല. ഞാൻ അതിനു വേണ്ടിയാണ് വേലി കെട്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ടവർ ഓരോന്നിൻ്റെയും പരിഹാരം അറിഞ്ഞാണ് ചേർത്തിരുന്നത്. ഓരോ കറി വെക്കുമ്പോഴും അവർ ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിൻ്റെ കാലാവസ്ഥ, കേരളത്തിലെ ആളുകളുടെ നില, ഇതൊക്കെ അറിഞ്ഞാണ് ഓരോന്നും ഓരോണ്ടാക്കിയത്. അതുകൊണ്ട് കേരളീയന്റെ ഭക്ഷണവും ഉത്തരേന്ത്യക്കാരൻ്റെ ഭക്ഷണവും തമ്മിൽ വ്യത്യാസം വന്നതുപോലും അതുകൊണ്ടാണ്. ഇന്ത്യക്കാർ മഞ്ഞൾ സുലഭമായി ഉപയോഗിക്കുന്നവരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്നിതാണ്.
അത് പുഴുങ്ങി വെള്ളം കളയുന്നത് വെച്ചാൽ പച്ചമഞ്ഞളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വാട്ടി ഉണങ്ങി വയ്ക്കുന്നത്. അത് കളയേണ്ടതേ ഉള്ളൂ. കാരണം വെച്ചാൽ അത് ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് ആ മഞ്ഞളാണ്, വരട്ടു മഞ്ഞളാണ് അരച്ച് ചേർക്കുന്നത്, പച്ചമഞ്ഞളല്ല അരച്ച് ചേർക്കുന്നത് കറികൾക്കൊന്നും. അത് അരച്ച് പുരട്ടിയാണ്. ആ കുർക്കുമിൻ ചേരുമ്പോൾ ഈ ഫോർമാൽഡിഹൈഡ് പോലുള്ള പദാർത്ഥങ്ങളുടെ എല്ലാം പോകും. അതുകൊണ്ട് മത്സ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം മഞ്ഞൾ നല്ലപോലെ ഉപയോഗിക്കുക. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലൊന്നാണ് ഇപ്പം പലതരം ഗ്രഹണികൾ, സംഗ്രഹണി തുടങ്ങി അനേക തരത്തിലുള്ള ഗ്രഹണികൾ ഇന്ന് കുട്ടികളിലൊക്കെ കാണാം. ഒരു കാലത്തും ഗ്രഹണി ഉണ്ടാകാതിരിക്കാനാണ് അമ്മമാർ വീട്ടിൽ കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചതും കറിവേപ്പില വാങ്ങിച്ചതും. ഇപ്പൊ കറിവേപ്പില ഏറ്റവും വലിയ വിഷമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒടിച്ചു ഉപയോഗിക്കുകയാണ്. മോരും കറിവേപ്പിലയും ചേരാത്ത ഭക്ഷണം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. മോര് ഒട്ടേറെ ടോക്സിൻസിനെ പുറത്തു കളഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ടോക്സിനുകളെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. ആ പ്രാചീന പുസ്തകങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാവും. മോഡേൺ മെഡിസിന്റെ ഉപയോഗവും അതിന്റെ വളർച്ചയും ശരീരത്തിൽ ഒട്ടേറെ ടോക്സിനുകളെ എത്തിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ വികാസ പരിണാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിലെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ ആളുകളുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയ ടോക്സിനുകൾ. മറ്റൊരു വൈദ്യശാസ്ത്രം സഹായത്തിന് ഇല്ലാതെ വരിക, പ്രാചീനതയിൽ അറിവില്ലാതെ വരിക, അത്യാവശ്യം രോഗങ്ങൾ ഉണ്ടാവുക, ആ സമയത്ത് ഓടിച്ചെല്ലാൻ പറ്റുന്നതും സുലഭമായി ഔഷധം ലഭിക്കുന്നതും ആയിട്ടുള്ളത് ആധുനിക വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല. അപ്പോൾ ഉണ്ടാകുന്ന ടോക്സിനുകളെ ഇല്ലാതാക്കാൻ പരിഹാരമെങ്കിലും നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അല്ലാതെ അതിനെ ചീത്ത വിളിച്ചിട്ട് പരിഹാരമാവില്ല. കാരണം നിങ്ങളും ഞാനും ഒരവശ്യം വരുമ്പോൾ അതിൽ തന്നെ ചെന്നേ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് അറിവ് അനുകൂലമായി തീരേണ്ടത്. അത് മനസ്സിലാക്കി പ്രാചീനൻ ടോക്സിക്കോളജിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ പ്രാധാന്യത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ മുമ്പ് എഴുതിയ കഷായം. അതുകൊണ്ടാണ് ഇത്രയും അതേക്കുറിച്ച് വിശദീകരിച്ചത്. കാരണം സന്നിപാത ജ്വരം വരുമ്പോൾ രക്ഷപ്പെടാൻ പ്രയാസമാണ്. സന്നിപാത ജ്വരം കഴിഞ്ഞ് ആളെ രോഗം ഭേദമായി വരുന്നത് വളരെ അപൂർവമാണ്. സന്നിപാത ജ്വരത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഏതെങ്കിലും അവയവം പോകും. സന്നിപാത ജ്വരം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചെവിക്ക് താഴെ നീർക്കെട്ടുണ്ടാവും. അത് കണ്ഠരോഹിണി, കണ്ഠമാല, ഗളകണ്ഠം തുടങ്ങിയ രോഗങ്ങളായി പരിണമിക്കും. ക്യാൻസറിന്റെ ഒട്ടേറെ വകഭേദങ്ങൾ ആ തരത്തിലുണ്ടാവും.
ഒച്ചയടപ്പ് വരും. അത് ചിലപ്പോൾ അങ്ങ് വളർന്ന് ലങ്ങിനെ ബാധിക്കുന്ന ക്യാൻസറുകൾ വരെയാവും. ക്ഷയം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആയുർവേദ ചികിത്സ ചെയ്തു മാറിയാൽ പോലും വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. താൽക്കാലികമായി പനി ശമിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആധുനിക ചികിത്സയിൽ ടോക്സിക്കോളജി നോക്കാതെ ചെയ്യുന്ന രംഗങ്ങളിൽ, പഥ്യം ഉള്ള ഭക്ഷണമില്ലാതെ ചെയ്യുന്ന രംഗങ്ങളിൽ ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അവിടെയൊക്കെയാണ് കട്ഫലാദി കഷായം, അതാണ് മുമ്പ് എഴുതിയത്. കട്ഫലം, കുമിഴിൻ വേര്. കുമിഴിൻ വേരിലല്ലേ തുടങ്ങിയത്? ആ 2 തവണയാണ്. കുമിഴിൻ വേര് 2 പ്രാവശ്യം ചേർക്കും. കഷായം എന്ന് പറയുമ്പോൾ ഒരു കഷായം എന്ന് പറയുന്നത് എല്ലാം കൂടെ 60 ഗ്രാം മതിയാവും. 12 കഴഞ്ച് 48 ഗ്രാം എന്നാണ് പുതിയ ഗവൺമെൻറ് കണക്ക്. മാഗധ പരിമാണം എന്ന നിലയിലാണ് ഞാൻ 60 ഗ്രാം എന്ന് പറഞ്ഞത്. പഴയ കണക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത്. പുതിയ കണക്ക് ഡ്രഗ് കൺട്രോൾ ബോർഡും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളത് 48 ഗ്രാമാണ്. ഒരു കഴഞ്ച് 5 ഗ്രാം, 4 ഗ്രാം എന്നാണ് പുതിയ കണക്ക്. അതുകൊണ്ട് 5 ഗ്രാം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ പുതിയ ആളുകൾ ആരെങ്കിലും കണ്ടിട്ട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങളാകെ വിഷമിക്കും. അത് മാഗധ പരിമാണം, കലിംഗ പരിമാണം എന്നൊക്കെ പറഞ്ഞ് പരിമാണങ്ങൾ. ഇതിലൊട്ടേറെ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഈ ഒരു കഷായത്തിന് പറ്റും. അപ്പോൾ അവരുടെ പഠനത്തിന്റെ രീതി നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലാതെ ഇത് വെറുതെ തല്ലിക്കൂട്ടി ഊഹം വെച്ച് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് മരുന്നുകളൊക്കെ പഠിച്ചു, പിന്നെ രോഗി വന്നപ്പോൾ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലും അറിയില്ല. അതിൻ്റെ പൂർവ്വരൂപം നമുക്കറിയില്ല, സംപ്രാപ്തി അറിയില്ല. ചികിത്സ കൊണ്ട് മാത്രം വൈദ്യനാവില്ല. ഒരു മരുന്ന് കൊടുത്ത് ആരെയെങ്കിലും രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് വൈദ്യനാവില്ല. ചെടികൾ അറിഞ്ഞതുകൊണ്ട് ഒട്ടും വൈദ്യനാവില്ല. ചരകനതാണ് ഉറപ്പിച്ച് പറയുന്നത്. പുതിയ തലമുറയിൽ ഈ ക്ലാസ്സിലൊക്കെ വന്നിരുന്നിട്ട് നിങ്ങൾ പലപ്പോഴും അഭിമാനിക്കുന്നത് ഏതെങ്കിലും BAMSകാരോ BAMS കഴിഞ്ഞ് MD എടുത്തവരോ ആയ ആളുകളെ, അല്ലെങ്കിൽ അലോപ്പതി പാസ്സായിട്ട് വരുന്ന ഡോക്ടർമാരെ കണ്ടിട്ട് ഒരു ചെടി കാണിച്ചിട്ട് ഇതെന്താണെന്നറിയാവോ? ഇവിടെ അറിയില്ല. ഉണ്ടോ? ഇത്രയും കാലം പഠിച്ചിട്ട് ഇതൊന്നും അറിയില്ല. നിങ്ങളാകെ ഈ ഒരെണ്ണം കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ തട്ടത്. എന്നിട്ട് അറിവിനെ നിങ്ങൾ നിഷേധിക്കും. അത് കൊള്ളിക്കരുതഴിയേ, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു. വൈദ്യശാസ്ത്രത്തില് ചെടി പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചെടി അറിയാൻ വയ്യ എങ്കിലും അതറിയാവുന്നവരോട് ചോദിച്ചെഴുതാം. മനസ്സിലായില്ല? രോഗം നിർണയിക്കാനും രോഗപരിഹാരമായ ഔഷധങ്ങളും അവയുടെ യോഗങ്ങളും നിർദ്ദേശിക്കാനുമാണ് വൈദ്യന് അറിവുണ്ടാകേണ്ടത്. പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ഇത് ചരകസംഹിതയുടെ സൂത്രസ്ഥാനത്തിൽ 40-നടുത്ത് വരുന്ന ശ്ലോകത്തിൽ 1-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതെന്റെ അഭിപ്രായമല്ല. അറിഞ്ഞാൽ നല്ലതാണ്, അത് തർക്കമില്ല. അതുകൊണ്ട് ഈ ക്ലാസ് കേട്ടിട്ട് കുറച്ച് നോട്ടുമൊക്കെ എഴുതിയിട്ട് പോയി
അയൽവക്കത്തുള്ളവരെയൊക്കെ ഒന്ന് വരട്ടി അതിൽ പഠിച്ചിട്ട് വരുന്നവരെ കൊച്ചാക്കി ഈ പോത്തിൻ്റെ പുറത്തിരിക്കുന്ന കവളംകാളിയെ കണ്ടിട്ടുണ്ടാവും. കവളംകളി എന്നല്ലേ എന്ന് പറയും. അത് പോത്തിന്റെ പുറത്ത് കാഷ്ടിച്ചിട്ട് പോത്തിനെ ഒന്ന് നോക്കും എങ്ങനെയുണ്ടോ. പോത്തെവിടെ കവളംകളി എവിടെ. അതുപോലെ ആകെ മതിയാവൂലേ. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് പ്രാചീനർ വസ്തുതാപരമായി പഠിച്ചിട്ടാണ് വളരെ ആഴത്തിൽ. അവരേറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇമ്മ്യൂണിറ്റിക്കും. ഇമ്മ്യൂണിറ്റിയാണ് ചികിത്സയുടെ മർമ്മം. ചികിത്സിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരുവന്റെ പ്രതിരോധ ശക്തി തകർന്നു പോകരുത്. ഇന്ന് ക്യാൻസർ ചികിത്സാ രംഗത്തും ക്യാൻസർ ഗവേഷണ രംഗത്തും ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരാജയം സംഭവിക്കുന്ന ഒരു രംഗം ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള അജ്ഞത. അങ്ങനെ ഒന്നും സംഭാവ്യമേ അല്ല. സീറോ ഇമ്മ്യൂണിറ്റി ആക്കുക എന്നുള്ളത് സംഭാവ്യമല്ല. WBC താൽക്കാലികമായി കുറപ്പിച്ചു നിർത്തും. സീറോ ഒന്നും ആക്കാൻ പറ്റില്ല. അതെ, അത് കുറപ്പിച്ചു നിർത്തും. അതിൻ്റെ കാരണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയും നിങ്ങൾ എടുക്കുന്ന ലിവറിൻ്റെ ആ ആളിൻ്റെ ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും ഉണ്ടാകും. അതുകൊണ്ട് അതിന് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ ഇമ്മ്യൂണിറ്റി, ഇപ്പം കീമോതെറാപ്പി എടുക്കുന്ന രോഗികളിൽ ആ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് ഹൈ ആയിട്ട് നിന്നാൽ മാത്രമേ അതിൻ്റെ കോഴ്സ് മുഴുവൻ ആ പറഞ്ഞ ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ 2 കീമോ എടുത്തു കഴിഞ്ഞ് 3ാമത്തെ കീമോ എടുക്കാൻ പറ്റുകയില്ലാത്ത വിധം ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് താന്നുപോയാൽ തൽക്കാലം നിർത്തിവെക്കേണ്ടി വരും. പിന്നെ തുടങ്ങുമ്പോൾ കോഴ്സ് പൂർത്തിയാവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ വൈദ്യശാസ്ത്രം നേരിടുന്ന പരീക്ഷണങ്ങൾ വളരെ സങ്കീർണങ്ങളാണ്. അത് ഇമ്മ്യൂണിറ്റിയെ പരിഗണിക്കാത്തതുകൊണ്ടാണ്. ഇമ്മ്യൂണിറ്റിയെ പരിഗണിച്ചാണ് പോകുന്നതെങ്കിൽ പ്രശ്നം വരില്ല. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ പര്യാപ്തങ്ങളായ ഔഷധങ്ങൾ ആയുർവേദ ആചാര്യന്മാർ വളരെ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ നോക്കിയാൽ കീമോതെറാപ്പിയിലും മറ്റും WBC വല്ലാതെ കുറഞ്ഞു പോകുമ്പോൾ ബ്രാഹ്മരസായനം മാത്രം വാങ്ങിച്ചു കൊടുത്താൽ പോലും പെട്ടെന്ന് കയറും, ഇമ്മ്യൂണിറ്റി കയറും. കേരളത്തിലെ 2-3 സ്ഥാപനങ്ങൾ ഇപ്പോൾ 2-3 ഓങ്കോളജിസ്റ്റുകൾ ഇപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് BR സ്പെഷ്യൽ എന്ന പേരിൽ ഈ രസായനം ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. അതെന്താണെന്ന് രോഗിക്ക് അറിയില്ല. BR സ്പെഷ്യൽ എന്നാണ്. BR എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മരസായനം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് അവർക്ക് ആ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ്. എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും, ഈഗോപരമായ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും, എല്ലാ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലുകളുടെയും ഏതെങ്കിലും ഗോവിണിയുടെ ചോട്ടിലൊരു മുറിയിൽ ഒരു 10-100 മരുന്നും ഒരു ആയുർവേദ ഡോക്ടറും കാണും. ഒരു 25,000 രൂപ ശമ്പളവും കൊടുത്തൊരു ഡോക്ടറെയും വെച്ചിട്ടുണ്ടാവും. പേഷ്യൻ്റ് അങ്ങോട്ട് പോകരുതെന്ന് പ്രത്യേകം പേഷ്യൻസിനോട് പറഞ്ഞാലും ഈ സാധനം അവിടെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അനുവദിച്ച ഗവൺമെന്റിന്റെ ഫണ്ട് മിക്കവാറും ആയുർവേദക്കാർ വാങ്ങിച്ചില്ലെങ്കിലും ഇവർ വാങ്ങിച്ചെടുത്ത് ഉപയോഗിക്കുന്നുമുണ്ടാവും. ഇതറിയില്ല. ഇങ്ങനൊരു പരിപാടിയുണ്ട്. അത് ഈ നമുക്ക് വേണ്ടാത്ത സാധനം വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗോവിണിയുടെ കീഴെ. ഗോവിണിയുടെ കീഴെ കുറേ സ്ഥലമുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല? ഉണ്ടോ?
എല്ലാ വീട്ടിലും, നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ചെന്നാൽ പൂജാമുറി ഗോവണിയുടെ കീഴേ. പിന്നെ ഒരു കാലത്ത് അപ്പനും അപ്പൂപ്പനും ഒക്കെ മോളില് ദൈവത്തിന്റെ മോളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നത് ഇയാളുടെ തലേ ചവിട്ടി ഒന്ന് കയറിപ്പോകുന്നതിന്റെ ഒരു സുഖം വല്ലാത്ത സുഖമല്ലേ. പൂജാമുറി വേണം താൻ. കണ്ടിട്ടില്ല? എന്നാ ഇനി പോകുമ്പോ നോക്കിക്കോ. മിക്കവാറും എല്ലാ സമ്പന്ന വീട്ടിൽ ഈ ഗോവണി പോകുന്നതിന്റെ താഴെയായിട്ടൊരു വളരെ അലങ്കരിച്ചൊരു പൂജാമുറി ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ല? അതുകൊണ്ട് അത് വേറെ. എന്ന് പറഞ്ഞ പോലെ മെയിനായിട്ട് ഒരുപാട് ഗോവണികൾ ഉണ്ടാവുമല്ലോ. അതിലൊന്നിൻ്റെ താഴെയായിട്ടൊരു റൂം തട്ടിക്കൂട്ടിയിട്ട് കുറച്ച് റായ്ക്കും ഇട്ട് കുറച്ച് മരുന്നോടെ വെച്ച് ഡോക്ടർക്ക് ഒരു റൂമും കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ഈ ആയുഷിൻ്റെയൊക്കെ ഒരുപാട് ഫണ്ടുണ്ട്. മനസ്സിലായി? 4 കോടി 5 കോടിയൊക്കെ വരും. അപ്പോൾ ആ ഫണ്ട് മേടിച്ചിട്ട് ആയുർവേദ വളർച്ചയ്ക്ക് വേണ്ടി ഒരു റിസർച്ച് എന്ന് പറഞ്ഞ് 2-3 പേരെ ഈ ഫാർമക്കോളജി പാസ്സായിട്ടുള്ള എംഫാമും ഒക്കെയുള്ള PhD ഒക്കെ ഉള്ള 2-3 പേരെ നിയമിക്കുകയും ചെയ്യും. 2-3 കമ്പ്യൂട്ടറും ഒക്കെ വെച്ച് ഇവർ രാവിലെ മുതൽ ഇതേൽ അടിച്ചു കയറ്റുകയും ഇതേലിരുന്ന് നെറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇപ്പം ഈ നെറ്റുള്ളത് കൊണ്ട് അതിനകത്ത് കുടുങ്ങാൻ എളുപ്പം, സമയം പോവുകയല്ലേ ഇന്ന്. നെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബാണല്ലോ. ഈ വെബിൽ കുടുങ്ങുമല്ലോ. വിശാല ജാലകം. അപ്പൊ അതുകൊണ്ട് അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ആവശ്യം അവര് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. മരുന്നൊന്നും ആവശ്യമില്ലാത്ത സാധനമാണ് ജോണ്ടീസ്. ശരിയായ രീതിയിൽ നിങ്ങൾ പഥ്യമനുഷ്ഠിച്ചാൽ ലിവറിന്റെ രോഗങ്ങൾ വേഗത്തിൽ മാറും. ചികിത്സിച്ചാണ് ലിവറിന്റെ രോഗങ്ങളെ വഷളാക്കുന്നത് പലപ്പോഴും. കാരണം ലിവർ പ്രവർത്തിച്ച് ക്ഷീണിച്ചു എന്ന് വരുമ്പോഴാണ് ഒരു സൂചന തരുന്നത്. ആ സൂചന തരുമ്പോൾ ഒന്നാമത് എണ്ണ അല്പം പോലും ശരീരത്തിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അത് ചികിത്സയിൽ എണ്ണ ധാരാളം കഴിക്കാം, എന്നിട്ട് രോഗം മാറും എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുന്ന ആയുർവേദ മുറകളുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ വരുന്നത് ആ രോഗം മാറും, വേറൊന്നപ്പുറത്തുണ്ട്. ലിവറിന്റെ പണി കൂടും. അപ്പോൾ പണി കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് പഴയ ആളുകൾ ചെയ്തതാണ്. രോഗം വരുമ്പോൾ ഇമ്മ്യൂണിറ്റി പോകാതിരിക്കണം. ഇമ്മ്യൂണിറ്റി പോകാതിരിക്കണമെങ്കിൽ ആഹാരത്തെക്കുറിച്ച് നന്നായി അറിയണം. ഇപ്പം ആയുർവേദമാണ്. ഉടനെ രോഗം വരുമ്പോൾ വെജിറ്റേറിയൻ ആയി കളയാം ഫുള്ളായി. അതുവരെ നോൺ വെജിറ്റേറിയൻ ആണ് കഴിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായ ഊർജം വെജിറ്റേറിയനിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് സാൽമ്യമുള്ളതല്ല ഭക്ഷണം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. 2, നിങ്ങളുടെ നാവിനത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളുടെ ശീലം അതല്ലാത്തത് കൊണ്ട് നാവിനത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആഹാരം കുറച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി അതിൽ നിന്നും ഉണ്ടാവില്ല. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വൈദ്യൻ അറിയണം. എന്നിട്ട് വേണം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ. നിങ്ങൾ ആരെയെങ്കിലും കണ്ടാൽ ഉടനെ നിങ്ങളുടെ ആഹാര രീതി മാറും. കൂട്ടുകൂടിയാൽ ആഹാര രീതി മാറും. അവനവന്റെ നിലയെറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവര് വളരെ കുറവാണ്. എവിടെയെങ്കിലും പുതിയൊരു ഭക്ഷണം ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് കേട്ടറിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം അതുണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും TV ഓൺ ചെയ്ത് വെച്ച് അതിൽ
ചില ആളുകൾ ഉണ്ടാക്കുന്നതെല്ലാം അതുപോലെ അതേ നോക്കിക്കൊണ്ട് വാരിയിട്ടുണ്ടാക്കുക. അതൊക്കെ അപകടകരമാണ്. അവനവൻ്റെ ഇമ്മ്യൂണിറ്റിയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അങ്ങനൊരു സങ്കേതം പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടവർ പലതിനും പരിഹാരം കണ്ടെത്തി. ഈ ഒരു കഷായം നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒട്ടേറെ രോഗങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു കഷായത്തോട് ചേർത്ത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അത് വിഷയം വിട്ടാണ് ഞാൻ ചെയ്തത്. പ്രയോജനപ്രദമായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അടുത്തത് അരിയാറ്. ഏലത്തരി, കൊത്തമ്പാലരി, ചെറുപ്പുന്നരി തുടങ്ങി 6 തരം അരികളാണ്. ദശമൂലം, കൂവളവേര്, കുമിഴിൻ വേര് തുടങ്ങിയവ. ദശമൂലം എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അരിയാറ് ദശമൂലം എന്ന് എഴുതി അതുപോലെ ബാക്കി എഴുതിക്കോളൂല്ലോ. കിരിയാത്ത്, ബാർലി ഇല്ല, ഇല്ല. കിരിയാത്ത്, കരിങ്കുറിഞ്ഞി വേര്, നരയൻ കുമ്പളവള്ളി. നരയനല്ലാത്ത കുമ്പള ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് നരയൻ കുമ്പളവള്ളി എന്ന് പ്രത്യേകം പറഞ്ഞത്. കുറുന്തോട്ടി വേര്, നറുവേണ്ടിക്കിഴങ്ങ്, ചിറ്റാടലോടകം, കൂവളവേര്. ദശമൂലമുണ്ട്, അത് കൂടാതെ വീണ്ടും കൂവള വരുന്നു. 2 പ്രാവശ്യം വേണമെന്ന് സാരം. കടുക് രോഹിണി, രുദ്രാക്ഷം, മാൻകൊമ്പ്, കലമാൻകൊമ്പ്, നിലപ്പനക്കിഴങ്ങ്. അതാണ് ദശം പുഷ്പത്തിൽ ഒന്ന്. ഇത് കഷായം വെച്ച് കഴിച്ചാൽ സന്നിപാത ജ്വരവും കാസവും ശ്വാസവും ചുമയും ശ്വാസം മുട്ടലും മാറും. അടുത്തത് അക്കിക്കറുക. ചുക്ക്, അക്കിക്കറുക, അക്കറാവ്, അക്കിക്കറുക എന്നൊക്കെ പറയും. അല്ല, ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ്. ഇത് മെഡിറ്ററേനിയൻ സൈഡിൽ നിന്ന് വരുന്നതാണ്. കിലോയ്ക്കൊരു ഇപ്പോൾ ഒരു 6000 രൂപ വില ഉണ്ടാവും ഒരു കിലോയിൽ. ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു പതിപ്പുണ്ട്. ഹിമാലയത്തിൽ ധാരാളമുണ്ട്. സൈഡിലൊക്കെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ട് ഈ സാധനം. അക്കിക്കറുക, അക്രാവ്. അതായത് ഒരുണ്ട പൂവായിട്ട് അത് കടിച്ചു കഴിഞ്ഞാൽ നാവ് തരിക്കും. പല്ലുവേദനയ്ക്ക് സാധാരണവും. മഞ്ഞ നിറത്തിലുണ്ട്, വെള്ള നിറത്തിൽ. പട്ടിച്ചെവിയൻ എന്നും പറയും. പല്ലുവേദന പൂവെന്നും പറയും. വലിയ അണുനാശകമാണ്. വലിയ അണുനാശകമാണ്. അതായത് പല്ലിൻ്റെ കേടൊക്കെ വരുമ്പോൾ അതും കുടവനും കൂടെ കഷായം വെച്ച് കവിൾക്കൊണ്ടാൽ പോവും. പഴയ കാലത്ത് പുഴുവടിക്കുക എന്ന് പറഞ്ഞ് ഇതരച്ച് ഇവിടെ ഇട്ടിട്ട് കുറേ കഴിയുമ്പോൾ വെളുത്ത പുഴു പുറത്തേക്ക് വരും. അന്നേരം അതിനെ വടിച്ച് കളയുമെന്ന് പറയും.
അതിനുപയോഗിക്കുന്നതാണ്. എടുക്കുമ്പോൾ നിങ്ങൾ പച്ചയാണ് എടുക്കുന്നതെങ്കിൽ സമൂലം എടുക്കുക, മറ്റേ വാങ്ങിക്കാനാവുമ്പോൾ അതിൻ്റെ ആ തണ്ടാണ് കിട്ടുക. അതാണ് അക്രാവ്, അഗ്രഗ്രാഹി സംസ്കൃതം. അഗ്രഗ്രാഹി. അതിലെ ഹിമാലയൻ പാർശ്വത്തിൽ വളരുന്ന ഒരെണ്ണമുണ്ട്, വെളിയിൽ നിന്ന് വരുന്നതാണ് അങ്ങാടിക്കട കിട്ടുന്നത്. മഞ്ഞപ്പൂവും വെള്ളപ്പൂവും ഉണ്ട്, രണ്ടുമുണ്ട്. അഗ്രഗ്രാഹി എന്ന് പറയും സാൻസ്ക്രിറ്റ്. അക്കിക്കറുക, അക്കൽക്കറ എന്നും പേരുണ്ട്. മലയാളത്തിൽ അക്കൽക്കറ എന്നും പറയും. അക്രാവ്, പട്ടിച്ചെവിയൻ എന്നും പറയും. ചുക്ക്, മുളക്, തിപ്പലി, കടുക്ക, താന്നിക്ക, നെല്ലിക്ക, തോട്, അതായത് ത്രിഫലത്തോട്, നിലവേപ്പ്, മഞ്ഞള്, സ്വല്പം വ്യത്യാസമുണ്ട്. കിരിയാത്ത് പല വകുപ്പുണ്ട്, അതിലൊന്നാണത്. പത്തിൻവേര്, അതും അങ്ങാടിക്കട കിട്ടും. വലിയ പത്തനമൊന്നുമില്ല, ഒറ്റേനെ. കടലാടി, ചെറുകടലാടി, രണ്ടും ഉപയോഗിക്കാം. കുമ്പളവള്ളി, വയമ്പ്, ചെറുതേക്കിൻ വേര്, ഏലത്തരി, ഇലവർണം, പച്ചില, നാഗപ്പൂ, കിരിയാത്ത്, കൊടിഞ്ഞാലി, താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന വള്ളി, അതിനാണ് ഞാലി എന്ന് പറയുന്നത്. കുരുമുളക് കൊടി മുകളിലോട്ട് പോയിട്ട് തല കീഴോട്ടായി കിടക്കും, അതിനാണ് കൊടിഞ്ഞാലി എന്ന് പറയുന്നത്. പഴയ കാലത്ത് അത് കട്ട് ചെയ്താണ്, ആകാശത്ത് തൂങ്ങിക്കിടക്കുന്നതാണ് പഴയ കാലത്ത് നടാൻ ഉപയോഗിച്ചിരുന്നത്. അത് നട്ടുപിടിച്ചാൽ ഒട്ടേറെ മുളകുണ്ടാകുമെന്നാണ് പഴയ ആളുകളുടെ. ഇപ്പോൾ അതല്ല ഉപയോഗിക്കുന്നത്, നിലത്ത് പടർന്നു കിടക്കുന്നതാണ് കട്ട് ചെയ്തത്. വേര് പിടിക്കാൻ എളുപ്പം അതാണ്. ചിറ്റരത്ത, വെളുത്താവണക്കിൻ വേര്, മുത്തങ്ങ, കരിങ്കുറിഞ്ഞി വേര്, ശതകുപ്പ, കാട്ടുതുളസി, കൊടുവേലിക്കിഴങ്ങ്, ചുവന്നത്, കരിമ്പ്, ചീനമുളക്, ജീരകം, കരിഞ്ജീരകം, പെരിഞ്ജീരകം,
ചുരത്തണ്ട്, പടോലം, അമൃത്, വിഴാലരി, പൊന്നാവീരം, തുളസി, നിലപ്പനക്കിഴങ്ങ്. അതാണ് ദശ പുഷ്പത്തിൽ ഒരെണ്ണം. ഒന്നുകൂടെ കാണാം. അടപതിയൻ കിഴങ്ങ്, കൊത്തമല്ലി, തേൽക്കടവേര്, ചെറുളവേര്, എല്ലാം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ കാസം, ശ്വാസം, വായുമുട്ടല്, സന്നിപാതജ്വരം എല്ലാം മാറും. അടുത്തത് ഇന്നിപ്പം നിങ്ങൾക്ക് എത്രയോ സമയമുണ്ട്. ഇന്ന് ആഹാരത്തിന് വേണ്ടി അലഞ്ഞോടുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലുമില്ല. ഒറ്റൊരാൾ പോലുമില്ല, ഉറപ്പാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയൊന്നും നിങ്ങളീ ഇരുന്ന് കേൾക്കുന്ന ഒരാൾക്കും പ്രയാസമുള്ള സാധനമാണ്. നിങ്ങൾ നിങ്ങളെ മാത്രം എടുത്ത് ചിന്തിച്ചാൽ ഒരു ദിവസം പുലർന്നാൽ സാമാന്യേന പുതിയ തലമുറയിൽ വിദ്യാഭ്യാസം നേടിയെന്ന് അഭിമാനിക്കുന്നവർ ഒട്ടേറെ സമയമുള്ളവരാണ്. നിങ്ങൾക്ക് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ നിങ്ങളുടെ ചിന്ത ചെലവഴിക്കുന്ന സമയം എത്രയില്ല. പുതിയ വിദ്യാഭ്യാസവും കാര്യവുമൊക്കെ വന്നപ്പോൾ നെഗറ്റീവായൊരു മൈൻഡ് രൂപാന്തരപ്പെട്ടതല്ലാതെ എന്താണ് പ്രയോജനം? തനിക്ക് കഴിഞ്ഞുകൂടാനുള്ള ആഹാരത്തിനും വസ്ത്രത്തിനും പ്രകൃതി ശക്തികളിൽ നിന്ന് വരാവുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരത്തിനും ചിന്തിച്ചിരുന്ന ആളുകളാണ് ഇത്രയധികം ഔഷധങ്ങളെ കണ്ടെത്തുകയും അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തു. ടൈം ടെസ്റ്റഡായി അന്ന് കണ്ടെത്തിയ ഔഷധം ഇന്ന് പഠിച്ച് ഇന്ന് ഉപയോഗിച്ചാൽ രോഗം മാറും. നിങ്ങൾക്കിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ലാഭം ഉണ്ടാക്കാനോ ഒന്നും പ്രയാസമില്ല. ഈ ലാഭമെല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഉപയോഗിച്ചാണ് ഇന്നിതെല്ലാം ചെയ്യുന്നത്. പോരാത്തതിന് വളരെ എളുപ്പത്തിൽ, പഴയ പോലെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ എല്ലാം നിങ്ങൾക്ക് ഇന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യാം. ഒരു IT കാരനും ഒരു ബോട്ടണിയുടെ PhD ഉള്ള ഒരാളും ഒരു ബയോകെമിസ്റ്റും ഒരു മോളിക്യൂളർ ബയോളജിസ്റ്റും ഒന്നോ രണ്ടോ ഫാർമസിസ്റ്റുകളും അതിൽ ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി, ഫാർമസി മൂന്നും പ്രത്യേകമുള്ള PhD കാരും ഒരു ഭിഷഗ്വര ശ്രേഷ്ഠനും ഒക്കെ ഒന്നിച്ചിരുന്നാൽ ഇതിനേക്കാൾ എത്ര കണ്ടെത്താൻ കഴിയണം?
ഫലത്തിൽ ഇവർക്കെന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ പോലും പഴയ പുസ്തകം എടുത്തു വെച്ച് ഇതിൽ നിന്ന് കോപ്പി അടിക്കണം. കോപ്പി അടിക്കുകയാണെന്ന് ആളുകൾ അറിയുകയും ചെയ്തത്. അതാണ് ഇതിന്റെ ദുരന്തം. അതിനാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പിള്ളേരെ കൊണ്ട്, വീട്ടിലുള്ള കുഞ്ഞു പിള്ളേരെ കൊണ്ട് വർക്ക്ഷോപ്പ്, വീട്ടിൽ ചെന്ന് അമ്മൂമ്മോട് ചോദിച്ചിട്ട് പനിക്കും മറ്റതിനുമൊക്കെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളിൽ ഏതാണ് നല്ലതെന്ന്. കാരണം പക്ഷിപ്പനിയും പന്നിപ്പനിയും പട്ടിപ്പനിയും പൂച്ചപ്പനിയും ഇതൊക്കെ ആദ്യം തുടക്കമാണ്. ഇത് കഴിഞ്ഞിനി ഇനിയൊരു പനി വരും. ഈ പട്ടിയും പൂച്ചയൊക്കെ കൊന്നു കഴിഞ്ഞ് മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ്, കാരണം പട്ടിക്ക് എന്ത് പ്രാധാന്യം, പന്നിക്ക് എന്ത് പ്രാധാന്യം, മനുഷ്യനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊരു കൂട്ടർ, അങ്ങനെ പന്നിക്കും പട്ടിക്കും ഒക്കെ മനുഷ്യനെ പോലെ ജീവിക്കാൻ അർഹതയുണ്ട്, സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശം എല്ലാ ജീവിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്നൊരു കൂട്ടരും, രണ്ടു കൂട്ടരുടെ തർക്കിക്കും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ തർക്കവും വഴക്കവും കഴിഞ്ഞ് ഏതായാലും ഞാൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം മനുഷ്യനാണ് പ്രാധാന്യം, അതുകൊണ്ട് നിങ്ങൾ എന്ത് സമരം ചെയ്താലും പട്ടിയെ കൊല്ലും എന്ന് പറഞ്ഞ് പട്ടിയേയും കൊന്നു പന്നിയേയും കൊന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുതിയ ചില പനി വരും. ഭാര്യാപ്പനി, ഭർത്തൃപ്പനിയൊക്കെ വരും. കാരണം അങ്ങനെയായിരുന്നു ക്യാൻസറിന്റെ ഗവേഷണം. ക്യാൻസറിന്റെ ഗവേഷണം നടന്നാൽ അത് ക്യാൻസർ ഉണ്ടാക്കും, ഇത് ക്യാൻസർ ഉണ്ടാക്കും, വെള്ളം ക്യാൻസർ ഉണ്ടാക്കും, മറ്റേ പൈപ്പ് ക്യാൻസർ ഉണ്ടാക്കും, ആസ്ബസ്റ്റോസ് ക്യാൻസർ ഉണ്ടാക്കും, ഉണ്ടാക്കി ചോറുണ്ടാക്കും, ഗോതമ്പുണ്ടാക്കും, പാലുണ്ടാക്കും, പാല് വെളുത്തായിരിക്കുന്ന അത് ക്യാൻസർ ഉണ്ടാക്കും, വെള്ള അരി ഉണ്ടാക്കും, വെളിച്ചെണ്ണ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞ് അവസാനം ഇപ്പം വന്നപ്പം പുരുഷ ബീജം സ്ത്രീക്കും സ്ത്രീ ബീജം പുരുഷനും ക്യാൻസർ ഉണ്ട്. അവിടെ എത്തി സാധനം. അപ്പൊ ഇതുപോലെ പുരുഷൻ സ്ത്രീക്ക് പനിയുണ്ടാക്കും, സ്ത്രീ പുരുഷന് പനിയുണ്ടാക്കും, പിന്നെ കൊല്ലാൻ നടക്കും. അല്ലാതെ തന്നെ കൊല്ലുകയാണ്. അല്ല, അത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ അപകടമാണ് ഈ പോക്ക്. അപ്പൊ അതെല്ലാം വരുമ്പോ പനി പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇന്റർനാഷണൽ ഗവേഷണ സ്ഥാപനങ്ങൾ സ്കൂളുകൾക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ട് സ്കൂളിലുള്ള ടീച്ചേഴ്സ് കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് കൊടുക്കുക. എന്നിട്ട് പറയും, നാട്ടിലറിയാവുന്ന പ്രായം ചെന്ന വല്യമ്മമാരെയും മറ്റുള്ളവരെയൊക്കെ മരിച്ചു പോയിട്ടില്ലെങ്കിൽ അവരെ കണ്ട് ഈ വർക്ക്ഷോപ്പ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. 10 ചെടികളും അവയുടെ ഉപയോഗങ്ങളും എഴുതിക്കൊണ്ടുവരണം ഡീറ്റെയിൽഡായിട്ട്. ഇപ്പോൾ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പേപ്പർ നോട്ടമൊന്നുമില്ല, ഇതവിടെ അട്ടിയാക്കുകയാണെന്നാണ് വിചാരം. പക്ഷെ ഈ സാധനം നോക്കി കമ്പനികളിലേക്ക് പോകും. അവിടെ റിസർച്ചിൻ്റെ ആളുകളിരുന്ന് ഈ ചെടി പറിച്ചുകൊണ്ട് വന്ന് ഗവേഷണം തുടങ്ങും. ഫണ്ടമെന്റലായിട്ട് ഈ ചെടിയെക്കുറിച്ചൊരു വിവരം വേണ്ടേ, അത് ഇവിടുന്നാണ് കിട്ടും. എന്നിട്ടിത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞ് പത്രത്തിൽ വെണ്ടയ്ക്കയിൽ വരും, ഇന്ന ചെടി ഇന്നതിന് നല്ലതാണെന്ന് ആദ്യമായി കണ്ടുപിടിച്ചു. ആദ്യമായി എന്നുള്ളതാണ് അപകടം. ആദ്യമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് വല്യമ്മ. അവിടുന്നാണ് ഈ സാധനം പോയത്. ഇയാൾക്കൊരു PhD കിട്ടും, ഇത് ആ രാജ്യം പേറ്റന്റും എടുക്കും. അത് കഴിഞ്ഞത് മരുന്നായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വല്യമ്മയുടെ മക്കൾ തന്നെ ഇത് കാശ് കൊടുത്തു പോയി മേടിക്കുകയും ചെയ്യും. അവന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സാധനമാണ്. പക്ഷെ പേരിടുമ്പോ ഇവന് മനസ്സിലാകുകയില്ലാത്ത പേരിടും. കാരണം മീൻ വെക്കുമ്പോഴും ചേമ്പ് വേവിക്കുമ്പോഴും ചേമ്പിനകത്ത് കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട്. കാൽസ്യം ഓക്സലേറ്റ് കളയുന്ന ഏറ്റവും വലിയ ഘടകം പുളിയാണ്. അതിൽ പ്രത്യേകിച്ച് കുടംപുളി. ചേമ്പിലെ ദോഷങ്ങളെല്ലാം ചേമ്പിന്റെ താളിന്റെയും, ചേമ്പിന്റെ താള് വളരെ നല്ലതാണ് കൃമികൾ പോവാൻ, നല്ല അണുനാശകമാണ് അതിനകത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും വെളിഞ്ചേമ്പിന്റെ ഏറ്റവും ചൊറിച്ചിലുള്ള സാധനമാണ് വെളിഞ്ചേമ്പ്.
ഏറ്റവും സ്വാദിഷ്ടമായി കറി വെക്കാവുന്നതാണ് വെളിഞ്ചേമ്പ്. അല്ല, വെളിഞ്ചേമ്പ് എന്ന് പറഞ്ഞാൽ കാട്ടിച്ചേമ്പ്. അതായത് ചേമ്പിന്റെ താള് വരുമ്പോൾ അതിന്റെ ഇലയുടെ നടുക്ക് കറുത്ത പൊട്ടില്ലാത്തതാണ് കാട്ടിച്ചേമ്പ് അല്ലെങ്കിൽ വെളിഞ്ചേമ്പ്. മനസ്സിലായി? കറുത്ത പൊട്ടുണ്ടെങ്കിൽ അത് നാടൻ ചേമ്പാണ്. അങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്. നാടൻ ചേമ്പാണെങ്കിലും ചൊറിയും. ചെറിയ ചേമ്പ് നാടൻ ചേമ്പായാലും ചൊറിയും. അതിൽ വിത്ത് മുളച്ചു പോയെങ്കിൽ ചൊറിയും. ഈ ചേമ്പ് മേടിക്കുമ്പോൾ മുളയ്ക്കാത്ത വിത്ത് നോക്കി മേടിക്കാം, തടയില്ലാതെ മേടിക്കാം. അതിൽ താമരക്കണ്ണൻ പോലുള്ളതാണെങ്കിൽ ചൊറിച്ചിൽ കുറയും. ചേമ്പിന് പല വെറൈറ്റി ഉണ്ട്. മനസ്സിലായി? അത് കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ ഇത് അറിയണം. ചേമ്പൊക്കെ കുട്ടിക്കാലത്ത് തിന്നും വേവിച്ചുമൊക്കെ പരിചയം ഉണ്ടാവും. അതെങ്ങനെയാ ഈ പത്തായം വെറും ചക്കി കുത്തും അമ്മ വെക്കും ഞാനുണ്ണ് വന്ന പരുവത്തിൽ ജീവിച്ച ആളുകൾക്ക് ഇതുവല്ലതും മനസ്സിലാവൂ? ഈഴച്ചേമ്പ് വേറെ ഉണ്ട്. അത് വലിയ ചേമ്പാണ്. വലിയ ചേമ്പാണ്. ഇത് ഞാൻ പറഞ്ഞത് ഈ കാട്ടിച്ചേമ്പ്, സാധാ ചേമ്പ്. അതിന് കിഴങ്ങുണ്ടാവില്ല മിക്കവാറും. വള്ളി പോലെ ഉണ്ടാവും. ആ, അത് അതിൻ്റെ വിടരാത്ത താള്, കൂമ്പ്, അതാണ് കെട്ടി തോരനൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ അതിന് ചൊറിച്ചിലുണ്ട് ചെറുതായിട്ട്. ആ ചൊറിച്ചില് പോകാനാണ് കുടംപുളി ചേർക്കുന്നത്. അപ്പോൾ ഈ കുടംപുളി ചേർന്ന് ഈ സാധനം കഴിക്കുമ്പോൾ പല രോഗങ്ങളും ഈ കുടംപുളി കൊണ്ട് മാറും. അപ്പോൾ കുടംപുളി പലതിനും നല്ലതാണ്. ഇപ്പം വയറിനൊരു വേദന വന്നു, എലിമെന്ററി കനാലിൽ എവിടെ ക്യാൻസർ ഉണ്ടായാലും കുടംപുളി നല്ലതാണ്. ഇപ്പം അതാകപ്പാടെ വീടുകളിൽ ഈ സമീപത്ത് വെറ്ററിനറി ഡോക്ടർമാരില്ലാത്ത നാട്ടിൻപുറങ്ങളിൽ പശുവിന് അരച്ചു കൊടുക്കുന്ന ഈ സാധനമാണ്. കാരണം ഉടനെ കൊണ്ടുപോകാൻ വെറ്ററിനറി ഡോക്ടർമാരൊന്നുമില്ല. അതുകൊണ്ട് കുടംപുളി അരച്ചു കൊടുക്കും. കുടംപുളി അത് പുകയത്തിട്ട് ഉണങ്ങിയതാണെങ്കിലാണ് കൂടുതൽ ഫലം. ആ പുകയറയും കൂടെ ഉണ്ടാവും. കുടംപുളി പണ്ട് ഉണങ്ങിയിരുന്നത് പുക കൊള്ളിച്ചാണ്. ഇപ്പൊ പുക തന്നെ വലിയ അപകടമാണെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് പുകയില്ല. അല്ലെങ്കിൽ മുഴുവൻ പുകയാ. അപ്പോ പശുവിന് അങ്ങനെയും കൊടുക്കും. അല്ലാതെ കുടംപുളി തന്നെ അരച്ചു കൊടുത്താലും മാറും. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ പണ്ട് കാലത്ത് പുകയിറയും കുടംപുളിയും കൂടിയാണ് അരച്ചു കൊടുക്കുന്നത് വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ. വളരെ നല്ലതാണ്. മാത്രമല്ല മേധസ് പോകാൻ വളരെ നല്ലതാണ് കുടംപുളി. മേധോ വർദ്ധകമായതെല്ലാം മാറ്റാൻ കുടംപുളി നല്ലതാണ്. കുടംപുളി, കുമ്പളങ്ങ, തൊട്ടാവാടി, ഇടിഞ്ഞിലിൻ്റെ തൊലി. ഇടിഞ്ഞിൽ എന്ന് പറഞ്ഞൊരു മരമുണ്ട്, അതിൻ്റെ തൊലി. പിന്നെ കരിങ്ങാലി കാതൽ, കറവേങ്ങയുടെ കാതൽ, ഇവയൊക്കെ മേധസ് പോകാൻ നല്ലതാണ്, ഉത്തമമാണ്. സൂക്ഷിച്ചുപയോഗിക്കണം എന്നേ ഉള്ളൂ. മേധസ് പോകുന്ന കൂടെ ചിലപ്പോൾ ആവശ്യമുള്ളതും ചിലപ്പോൾ പോയി എന്ന് വരാം. അതുകൊണ്ട് സൂക്ഷിക്കണം. അതിന് ഇപ്പം ഇതൊക്കെ ടാബ്ലറ്റായിട്ട് കിട്ടും. പരസ്യവും കൂടി ആകുമ്പോൾ നിങ്ങൾ വാങ്ങിക്കും. അതാണ് ഗാർസീനിയ കമ്പോജിയ. മാത്രമല്ല നിങ്ങൾക്ക് കുടംപുളിയാണെന്ന് മനസ്സിലാവുകയില്ല. ഗാർസീനിയ കമ്പോജിയ. ഒരു ടാബ്ലറ്റ് 1800 രൂപ. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം പോകും. അപ്പം മക്കൾക്ക് വേണ്ടി വണ്ണം പോകാൻ മേടിക്കുക. വീട്ടിൽ കുടംപുളി വെച്ച് നല്ലപോലെ കൊടുത്താൽ മതി. എന്നിട്ട് 5 കൊല്ലം ഗാർസീനിയ കമ്പോജിയ കഴിച്ചു. തടി 1 കിലോഗ്രാം കുറഞ്ഞു. അഭിമാനത്തോടെയാ പറയുക.
കാരണം ഇത് കഴിച്ചേച്ച് തടി കൂടാനുള്ള സാധനം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇഡ്ഡലിയാണ് അടിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോ അതേതെങ്കിലും എന്താ പറയുക, നിങ്ങളുടെ സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ ആ സിനിമാടനുണ്ടല്ലോ അമിതാഭ് ബച്ചനോ അല്ല വേറൊരു പെണ്ണുണ്ടല്ലോ ഐശ്വര്യ റായിയോ, ഇവരാരെങ്കിലും വന്നതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടൊരു പ്രഭാഷണം നടത്തും. ഗവൺമെന്റുകൾ വരെ ബ്രാൻഡ് അംബാസഡർമാർ. ഇനി ആയുർവേദത്തിന് ബ്രാൻഡ് അംബാസഡറെ ഉണ്ടാക്കാൻ സ്റ്റെഫി ഗ്രാഫിനെയോ മറ്റോ ഉണ്ട്. അങ്ങനെയും നമ്മുടെ ഖജനാവ് കാലിയാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പദ്ധതി. അതിന് പകരം ഇതിന്റെ പ്രയോജനത്തെ ആലോചിച്ചാൽ വളരെ എളുപ്പമാണ്. പഴയ ആളുകൾ അത് വളരെ ചിന്തിച്ചാണ് മരുന്നുകൾ രൂപപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടത് ജനകീയമാണ്. ആളുകളിൽ തന്നെയാണ് ആ അറിവുള്ളത്. എവിടം വരെ എഴുതിയ യോഗം കഴിഞ്ഞു. കാസം ശ്വാസം വായുമുട്ടൽ തന്നെയെല്ലാം മാറും. അടുത്തത് ദശമൂലം കൂവളം മുതലായത്. അമൃത്, മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, രാമച്ചം, തഴുതാമവേര്, കുറുന്തോട്ടിവേര്, നെല്ലിക്കാത്തോട്, പടവല, കടുകുരോഹിണി, ആടലോടകവേര്, കുമ്പളത്തണ്ട്, കൊടിത്തൂവവേര്, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തിലവേര്, ചെറുതേക്കിൻ വേര്, കടുകുരോഹിണി, അക്രാവ്, അക്കിക്കറ് തന്നെയാ കേട്ടോ, അരത്ത, കിരിയാത്ത്, കിരിയാത്ത്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, കുടകപ്പാലയരി, കച്ചോലം, അഖില്, ശതകുപ്പ, ഇരട്ടിമധുരം, വാൽമുളക്, അയമോദകം, ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പു, തുളസിക്കതിർ,
ദേവതാരം, കൊട്ടം, തകരം, ജീരകം, കരിഞ്ജീരകം, ഉത്തരിച്ചുണ്ടവേര്, മുളയില, കരിമ്പനക്കൂമ്പ്, ഇവ കഷായം. ഇവ കഷായം. ഇതില് പഴയ യോഗമനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കസ്തൂരിയും മെരുപ്പുഴുവും മേമ്പൊടി ചേർത്ത് കൊടുക്കണം. കൊച്ചുകുട്ടികൾക്ക് ഏതാണ്ട് ബാല്യകാലത്ത് ഉണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. ഒരു സന്നിപാത ജ്വരത്തിന് ഏറ്റവും നല്ലതാണ്. അതും പ്രത്യേകിച്ച് കഫവാതാധിക സന്നിയിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഔഷധമാണ്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും പഴയ കാലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഔഷധത്തിൽ പ്രധാനമായിരുന്നു ഇത്. ഇതൊക്കെ നാടൻ പ്രയോഗങ്ങളായി കിടക്കുന്നതാണ്, പേരിട്ടുള്ള പ്രയോഗമല്ല. അല്ല, പേരിട്ടുള്ള പ്രയോഗമല്ല. അതിന്റെ ആദ്യത്തെ മരുന്ന് ചേർത്ത് പേര് നിങ്ങൾക്ക് തകരം വാങ്ങിക്കാൻ കിട്ടും. കസ്തൂരിയും മെരുപ്പുഴു, മെരുപ്പുഴു, വെരുകിൻ പുഴു എന്ന് പറയും. ഇതിനെ ഇരട്ടിക്കഷായം എന്നാണ് പറയുക. പ്രസിദ്ധമായ ഇരട്ടിക്കഷായങ്ങളിൽ ഒന്നാണത്. വളരെ കുറേശ്ശം. അതിന് കൂടുതലെടുത്തിട്ട് നിങ്ങൾ അതിനെ പകുത്താൽ മതി. അല്ലെങ്കിൽ കൂടുതലെടുത്ത് പൊടിച്ചിട്ട് പകുക്കുകയോ അല്ലെങ്കിൽ കൂടുതലെടുത്ത് നിങ്ങൾ കഷായം വെച്ചിട്ട് കഷായം പകുക്കുകയോ ചെയ്താൽ മതി. അത് താതിരിപ്പൂ പൊടിച്ച് ചേർത്താൽ പ്രിസർവേറ്റീവ് ഒരു മാസം വരെയൊക്കെ കൂടുതൽ കാലം വയ്ക്കാൻ പറ്റില്ല. വ്യാവസായിക അടിസ്ഥാനത്തിൽ പറ്റുകയില്ല. സോഡിയം ബെൻസോയിറ്റിന് പകരം ഉപയോഗിക്കാവുന്നത് താതിരി, പഞ്ചസാര, സേലം പഞ്ചസാര, ശർക്കര ഒക്കെ ഉപയോഗിക്കാം. ശർക്കരയൊക്കെ നല്ല പ്രിസർവേറ്റീവാണ്. തേൻ നല്ല പ്രിസർവേറ്റീവാണ്. അതൊന്നും ഒരു മാസമല്ല, ഇഷ്ടംപോലെ കാലം ഇരിക്കും. കഷായത്തിന് ഉപയോഗിക്കാം. പക്ഷേ ശർക്കരയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫെർമെന്റഡ് ആവും. അപ്പൊ അതിന്റെ സ്വഭാവം മാറും. വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ അത് പഞ്ചസാര വാങ്ങിച്ച് പൊടിച്ച് സേലം പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിലുണ്ട്, പൊടി പഞ്ചസാര. അത് ആ സാധനത്തിന്റെ സ്വഭാവം അനുസരിച്ച് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചേർക്കുമ്പോൾ നിങ്ങൾക്കൊരു കണക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഗുൽഗുലു ചേർന്ന കഷായങ്ങൾക്ക് പ്രിസർവേറ്റീവ് ചേർക്കുമ്പോഴും സ്റ്റാർച്ച് കൂടിയ കഷായങ്ങൾക്ക് പ്രിസർവേറ്റീവ് ചേർക്കുമ്പോഴും കെമിക്കൽ പ്രിസർവേറ്റീവ് ആണെങ്കിൽ പോലും, ഇപ്പോൾ സോഡിയം ബെൻസോയിറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ പോലും അത് സാധാരണഗതിയിലുള്ള കഷായങ്ങളിൽ 5 ഗ്രാം മതിയാവും 1 ലിറ്റർ. പൗഡർ ഫോമാണെങ്കിൽ. ലിക്വിഡ് ഫോം ആണെങ്കിൽ, സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച ലിക്വിഡ് ഫോമിലുള്ളതാണെങ്കിൽ 25 ml ചേർക്കും എങ്കിലേ നിൽക്കുകയുള്ളൂ. എന്നാൽ അത് കൂടുതൽ സ്റ്റാർച്ച് ഉള്ളതാണെങ്കിൽ നിങ്ങൾ 25 ml ലിക്വിഡ് ചേർത്താലും 5 ഗ്രാം സോഡിയം ബെൻസോയിക്ക് ചേർത്താലും കേടാവും. താതിരിപ്പൂവാണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ആ കഷായങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. താതിരിപ്പൂവൊക്കെ ചേർക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു 15-30 ഗ്രാം പൊടിച്ച് ചേർക്കും. 30 ഗ്രാം പൊടിച്ച് ചേർക്കുന്ന സാധനം അതിൽ സ്റ്റാർച്ചിൻ്റെ അളവൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കും. എല്ലാ അരിഷ്ടാസവങ്ങളിലും താതിരിപ്പൂ പൊടിച്ച് ചേർക്കും, കാരണം ഇരിക്കാൻ വേണ്ടി.
അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യുൽപ്പന്ന വൈത്വം അന്നേരം ഉണ്ടാവും. അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അതിൽ ദൃഷ്ടാന്ത മാത്രമായാണ് ശാസ്ത്രം പഠിക്കുന്നത്. ആ ദൃഷ്ടാന്തത്തിൽ നിന്നാണ് പിന്നെ നിങ്ങൾ സ്വന്തം പ്രതിഭ കൊണ്ട് അത് രൂപപ്പെടുത്തിയെടുത്ത് വളർത്തിക്കൊണ്ട് പോകേണ്ടത്. കമ്പനികൾ സോഡിയം ബെൻസോയിറ്റ് മാത്രമല്ല, പൊട്ടാസ്യത്തിൻ്റെ ഒരു പ്രിസർവേറ്റീവ് ഉണ്ട്, അത് ചേർക്കും. പക്ഷെ നല്ലത് സോഡിയമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ സോഡിയം പൊട്ടാസ്യം ലെയറിൽ പലപ്പോഴും സോഡിയമാണ് ശരീരത്തിൽ കുറയുന്നത്. പക്ഷെ സോഡിയം ബെൻസോയിറ്റ് ചേർക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കഷായം കൊണ്ടുപോയി ചൂടുവെള്ളം നിങ്ങൾ ചേർത്താൽ അതിൽ ബെൻസീൻ വേർതിരിയും. അത് പോയിസണസ് അല്ല, അത് സൈറ്റോളജിയിൽ നിങ്ങളുടെ കോശവിഭജന പ്രക്രിയയിൽ സ്റ്റെം സെല്ലിന് പകരം എൻ സെല്ലുകളെ ഉണ്ട്, കോശവാർദ്ധക്യം വരും. അതാണ് അതിൻ്റെ പകരം. അതൊക്കെ കാരണം എന്താ വെച്ചാൽ സാധാരണ മനുഷ്യന് ഒന്നും തിരിച്ചറിയുന്ന കാര്യമല്ല, സാധാരണ ഡോക്ടർമാർക്കും തിരിച്ചറിയുന്ന കാര്യമല്ല, അറിയാവുന്ന ആളുകൾക്ക് മാത്രം തിരിച്ചറിയുന്ന കാര്യമാണ്. 10 കൊല്ലം കഷായം കഴിച്ചു, അത് ചൂടുവെള്ളം ഒഴിച്ചാണ് കഴിച്ചത്, അപ്പം ബെൻസീൻ വേർതിരിഞ്ഞു. ബെൻസീൻ ഇപ്പോൾ എല്ലാ ഭക്ഷണത്തിലും ബെൻസീൻ വരുന്നുണ്ട്. സോഡിയം ബെൻസോയിറ്റ് ചേരാത്ത ഭക്ഷണ പദാർത്ഥങ്ങളില്ല. എല്ലാത്തിനതും ചേർക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ചൂടുവെള്ളം, അപ്പോൾ നല്ല അച്ചാർ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചൂട് കഞ്ഞിയിലേക്ക് ഒഴിക്കും. അതിപ്പോൾ ഒഴിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ചൂട് കഞ്ഞിയിൽ ഒഴിച്ചാലേ അവൻ്റെ ടേസ്റ്റ് അല്ല, ടേസ്റ്റ്ലെസ്നെസ്. കാരണം എന്താ, നല്ല മുളകരച്ച് വെച്ചിട്ട് ഒരു പെഗ് പിടിപ്പിച്ച് അതിങ്ങനെ തൊട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് 2 എരിവും കൂടെ വരുമ്പോഴേക്ക് ഇതും ചൂടാണ്, പിടിക്കും തലയ്ക്ക്. കുടിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് കുടിച്ചവർക്കേ അതറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഒന്നും അറിയാൻ. നല്ല കപ്പയൊക്കെ പുഴുങ്ങുന്ന കണ്ടിട്ടില്ല? നല്ല മഞ്ഞ ചുവപ്പ് നിറത്തിൽ ഷാപ്പിൽ കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഷാപ്പിലെ കപ്പക്കറി കണ്ടിട്ടില്ല? ഷാപ്പിലെ കപ്പക്കറി എന്ന് പറഞ്ഞാൽ അതാണ്. മഞ്ഞളും മുളകും നല്ലോണം മുളകരയ്ക്കും. അത് കരിമ്പുംകാല ഷാപ്പിൽ പോയിരുന്ന് കുടിക്കാം, അപ്പോഴേ അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ആവുള്ളൂ. ഷാപ്പെന്ന് പറഞ്ഞാൽ അത് കരിമ്പുംകാലയാണ്. ഇനിയിപ്പോൾ സ്ഥലമൊക്കെ ഞാൻ തൊട്ടുക അവനറിയാം. പണ്ട് മന്മഥൻ സാറും ഞാനിവിടെ അവിടെ പോയിരുന്നാണ് കുടിച്ചിട്ട് വന്ന് മദ്യനിരോധനത്തിനെതിരായിട്ട് സംസാരിച്ചതെന്നൊക്കെ ഇവനെ പോലുള്ള തൽപര കക്ഷികൾ പറയും. കാരണം ഇവനൊക്കെ മിക്കവാറും അവിടെയായിരുന്നു. അവര് നിർത്തി. രാധാകൃഷ്ണന്റെ ഷാപ്പായിരുന്നു തോന്നുന്നു. പണ്ട് വളരെ പേരുകേട്ട ഷാപ്പാണ്. ഷാപ്പ് മദ്യം മാത്രമല്ല, അവിടെ നല്ല ചോറ് കിട്ടും, നല്ല ഫുഡ് കിട്ടും. നല്ല ഫുഡ് അല്ല, ഈ കരിമീൻ എന്ന് പറയുന്നത് അവന് വലിയ പ്രിയമാകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ പിടിക്കുന്നത് ചൂണ്ടയിലും അമേദ്യം കോർത്താണ്. അപ്പൊ അത് വെട്ടുമ്പോൾ ഈ അമേദ്യം അതിനകത്തുണ്ടാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ അമേദ്യം തിന്നുന്ന മത്സ്യം കരിമീനാണ്. അത് കഴിഞ്ഞേ കൂരിയുള്ളൂ. ഇപ്പോഴറിയും. പിന്നെ അത് ഈ അമ്മമാരെന്ത് ചെയ്യുന്ന വെച്ചാല് കരിമീൻ വെട്ടുമ്പോ അതിനകത്ത് അതിന്റെ മുട്ട പോലെയാണ് ഇത് ദഹിക്കുന്നതിന് മുമ്പ് ഇരിക്കുന്നത്, ഈ വിഴുങ്ങിയ സാധനം. അതുകൊണ്ട് അവരത് കളയില്ല. അതതിന്റെ മുട്ടയാണെന്നോർത്ത് പിള്ളേർക്ക് വേവിച്ചു കൊടുക്കും, പൊരിച്ചു കൊടുക്കും. ഇതൊക്കെ നിങ്ങൾ ആദ്യം കേൾക്കുക. ആമയല്ല, ആമയേക്കാളൊക്കെ കൂടുതൽ കരിമീനാണ്. കരിമീൻ്റെ മെയിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്
കരിമീൻ ചൂണ്ടയിൽ ഇതങ്ങ് കോർത്തിട്ടാൽ, അതിനാണ് പഴയ ആളുകൾ ടെറസിന് മുകളിൽ പിള്ളേരുടെ മല ഉണക്കി വെച്ചിട്ടേക്കും ചൂണ്ടയിടാൻ പോകുന്നവർ. ഈ കോർത്തിട്ടങ്ങിട്ടാൽ വെട്ടി വീഴണം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് കപ്പ വേവിച്ചിട്ട് പഴക്കും. അപ്പൊ ഇതിന്റെ മണവും ഇതിന്റെ രുചിയാണ്. അവന് കത്തി ഞാൻ ഓർത്തിരിക്കായിരുന്നു, ഇവനിന്ന് ശബ്ദമേ ഇല്ലാതെ പോയല്ലോ. ആ പന്തളം ഭാഷ വന്നപ്പം അവന്റെ പൂതിയാണോ? അത് നിങ്ങൾ ഈ പെറ്റു വീണപ്പം പോലെ LKG-യിലൊക്കെ പോയോണ്ടാ, അമ്മമാരുടെ കൂടെ ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ്. ചിരട്ട കൂടുതൽ. രാസന എന്ന് പറഞ്ഞാൽ അരത്തേന. അടുത്തത് പൂവാങ്കുറുന്തില തുമ്പപ്പൂവ് കൃഷ്ണ തുളസിയില കുരുമുളക് മുത്തങ്ങ ഇവ സമം പൂവാങ്കുറുന്തില നീരിൽ അരച്ച് ഗുളികയാക്കി കൊടുത്താൽ ജാതമാത്രന്റെ ജ്വരം മാറും. എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം പനിക്കിതാണ് നല്ലത്. പൂവാങ്കുറുന്തില, തുമ്പപ്പൂവ്, കൃഷ്ണതുളസിയില, കുരുമുളക്, മുത്തങ്ങ. 5 ഉള്ളൂ. ചെറിയ അളവിൽ കൊടുത്താൽ അദ്ദേഹം ഇതാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഗുളിക ഉരുട്ടി അവിടെ വെച്ച് ജ്വരഹാരി മാത്രാണ് അങ്ങനെ കണ്ട് പറയുകയും ചെയ്തു. വീടുകളിൽ പണ്ടിത് അരച്ചുരുട്ടി കൊമ്പ് ഡബ്ബയിൽ വെക്കും. പശുവിൻ്റെയൊക്കെ കൊമ്പ് ഊരിപ്പോവും. അന്നേരം ആ കൊമ്പിനകത്ത് ഇട്ടടച്ച് അവിടെ വെച്ചേക്കും. അപ്പം ഒരിക്കലും കേടുവരികയില്ല. എന്നിട്ട് പുകയത്ത് കെട്ടി തൂക്കും. ഒരു 10-20 കൊമ്പ് പുകയത്ത് കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അതിനകത്ത് ചില കൊമ്പിനകത്ത് എണ്ണയായിരിക്കും കാച്ചി ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ചരിച്ചാൽ ഒരു തുള്ളി കിട്ടും. ഒരു തുള്ളിയൊക്കെ മതിയാവും മൃഗ വെക്കാൻ. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ ഉടനെ എടുത്തുകൊണ്ട് ഓടുകയല്ലേ. പൂവാങ്കുറുന്തല നീരിലോ മുലപ്പാലിലോ ജീരകവെള്ളത്തിലോ അരച്ചാൻ കൊടുത്താൽ മതി. പെട്ടെന്ന് മാറും. മുലപ്പാലിൽ ഉരച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുലപ്പാലാണല്ലോ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. ഇല്ലെങ്കിൽ ഉരച്ച് മുലയിൽ തേച്ച് കുടിപ്പിച്ചാലും മതി. വളരെ ഫലപ്രദമാണ്. കടുക്കാത്തോട് അടുത്തത് മുത്തങ്ങ, ചെറുളവേര്, വേപ്പിൻ തൊലി,
ഇരട്ടി മധുരം പടവലം, പടവലം എന്ന് പറഞ്ഞാൽ കാട്ടുപടവലം തന്നെ, എണ്ണപ്പടവലം, കാട്ടുപടവലം എന്നൊക്കെ പറയും. കഷായം വെച്ച് കൊടുക്കുക, പനി മാറും. അടുത്തത് എല്ലാ പനിയും മാറും. പനിക്ക് ഏറ്റവും വിശിഷ്ട ഔഷധങ്ങളിലൊന്നാണ് പൂവാൻ കുറുന്തല പിഴിഞ്ഞ നീര്. മോര് ചേർത്ത് കുരുമുളക് പൊടിച്ചിട്ട് മുക്കുടി വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരങ്ങളും മാറും. അതിനാലെ മുക്കുടി എന്ന് പറയും. അത് ഒരുപാട് ഔഷധങ്ങളുടെ മുക്കുടികളുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു ടെമ്പിൾ തന്നെ മുക്കുടി കിട്ടുന്ന സ്ഥലമുണ്ട്. മറ്റേ പറവൂർ സരസ്വതി ടെമ്പിൾ വേനാപുരത്തുണ്ട്. സരസ്വതി ക്ഷേത്രത്തിൽ അപസ്മാരത്തിനും ഒക്കെ കൊടുക്കുന്ന ഒരു മുക്കുടിയുണ്ട്. ഇത് കഷായം. പറവൂര് ബുദ്ധിമാന്ദ്യത്തിനും അപസ്മാരത്തിനും ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. മറ്റത് വയറുവേദനയ്ക്കാൻ തോന്നും. വേനാപുരം വയറുവേദനയ്ക്കാൻ തോന്നും. ഇതെല്ലാ ജ്വരങ്ങളും മാറും. ഒരു കാച്ചിയെടുക്കും, ഇത് ചേർത്ത് കാച്ചി എന്നിട്ട് 3 നേരം കഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അത് കഴിച്ചു കഴിഞ്ഞാൽ തീർത്ത് മാറും. തിപ്പലി, അടുത്തത് തിപ്പലി, കുരുമുളക്, വിഴാലരി, ഇവ സമം കുരുമുളക് കഷായത്തിലും വിഷ്ണുക്രാന്തി, പുല്ലാനി, ചെറുനാരങ്ങ ഇവയുടെ നീരിലും വെവ്വേറെ അരച്ചുണക്കി ചൂടുവെള്ളത്തിൽ സേവിക്കുക, പനി മാറും. അടുത്തത് വിഷ്ണുക്രാന്തി നീരിൽ തിപ്പലി അരച്ച് കുന്നിക്കുരു പ്രമാണം ഗുളികയുരുട്ടി നിഴലിലുണക്കി വച്ച് വിഷ്ണുക്രാന്തി, വയമ്പ്, ചുക്ക്, പർപ്പടകപ്പുല്ല്,
കുരുമുളക്, തിപ്പലി ഇവയുടെ കഷായത്തിൽ ചേർത്ത് കഴിച്ചാൽ പനി മാറും. തിപ്പലി, കുരുമുളക്, അല്ല അത് എഴുതുക അല്ലേ, അത് എഴുതി. അടുത്തത് കുരുമുളക്, തുളസിയില, തുമ്പയില, പൂവാങ്കുറുന്തില, പാവട്ടത്തളിര്, ഇവ സമം അരച്ച് ഗുളിക ഉരുട്ടി വെച്ച് കഴിച്ചാൽ പനി മാറും. തിപ്പലി പൊടിച്ച് കുരുമുളകും വിഴാലരിയും ചേർത്തുണ്ടാക്കിയ കഷായത്തിലും വിഷ്ണുക്രാന്തി നീരിലും പയ്യാനവേര് കഷായത്തിലും ചെറുനാരങ്ങ നീരിലും അരച്ച് ഗുളിക ഉരുട്ടി നിഴലിലുണക്കി വെച്ച് ഇഞ്ചി നീരിലും പാൽമുതക്കിന്റെ നീരിലും ആര്യവേപ്പിന്റെ തൊലി കഷായത്തിലും കൊടുത്താൽ പനി ശമിക്കും. ഇന്ന് നിങ്ങൾ എഴുതിയ മരുന്നുകളെ നോക്കിയിട്ട് ഈ മരുന്നുകളെല്ലാം ഒരു പനി വന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സന്നിപാതജ്വരം വന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗണ്ഡമാല വന്ന ഒരാൾ ഒരു കടയിൽ ചെന്നൊരു കമ്പനി മരുന്ന് മേടിച്ച് കഴിക്കുന്നതും ഈ മരുന്നുകൾ സമാഹരിച്ച് അയാളുടെ വീട്ടിൽ ഇതുണ്ടാക്കി കഴിക്കുന്നതും തമ്മിലുള്ള പ്രധാന അന്തരം എന്താണ്? അതിന്റെ അന്തരം എന്താണ്? അത് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് കമ്പനി ഉണ്ടാക്കിയെന്ന് വരാം. അത് രണ്ടും സാധ്യത ഒരുപോലെയാണ്. കാരണം അറിയാൻ വയ്യാത്ത നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു തന്നു, അത് ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കമ്പനിക്കാകാൻ ചിലപ്പോൾ ക്വാളിറ്റി. ഞാൻ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടല്ല എൻ്റെ ചോദ്യം. ഇത്രയും സാധനങ്ങൾ പഠിക്കാം എന്നുള്ളതുമല്ല എൻ്റെ ഉദ്ദേശം. പഠിക്കാം എന്നുള്ളത് അതിൻ്റെ ഗുണമാണ്.
സംശയമില്ല. ക്വാളിറ്റി അതിൻ്റെ ഗുണമാണ്. നമ്മൾ തന്നെ പോകുമ്പോൾ ക്വാളിറ്റി ചിലപ്പോൾ മെച്ചപ്പെട്ടേക്കാം. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഭാവനാസങ്കല്പവും ഉണ്ടാകാം. ഞാൻ അതൊന്നുമല്ല. ഇത്രയും മരുന്നുകൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും ഏകാഗ്രതയോടെ വീട്ടിലുള്ള അംഗങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ രോഗി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ നിമിഷവും മരുന്ന് ഉണ്ടാക്കി വരുമ്പോഴേക്ക് തന്നെ രോഗം മിക്കവാറും മാറും. അതാണ് ജനകീയ ഔഷധ നയത്തിൻ്റെ മെച്ചം. ഔഷധ നയം ജനകീയമാകണം എന്നുള്ള ഭാരതീയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അത് രാജഭരണത്തിൽ പോലും ഭരണത്തിന് വെളിയിലായിരുന്നു വൈദ്യന്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിൽ ഒരു അളവ് വരെ ആയുർവേദത്തെ അന്ധവിശ്വാസത്തിന്റെ പട്ടികയിലൊക്കെ പെടുത്തുവാനുള്ള കാരണം അത് രണ്ട് ശാഖകളിൽ ഒന്ന് ദൈവവ്യപാശ്രയമായതാണ് ഒരു കാരണം. ആധുനിക വൈദ്യശാസ്ത്രം ദൈവവ്യപാശ്രയത്തെ ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരും കൈവിടാൻ തുടങ്ങുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ പറയുകയും ചെയ്യും. മറ്റത് ശാസ്ത്രത്തിൽ തന്നെ ദൈവവ്യപാശ്രയം ഒരു ശാഖയായി നിൽക്കുന്നു. അത് ഒരു ചെറിയ കാരണമാണ്. രണ്ടാമത്തെ കാരണം അല്ലെങ്കിൽ പ്രകൃഷ്ട കാരണം ആയുർവേദം കൈകാര്യം ചെയ്തതിൽ ക്ലർജി മാത്രമല്ല ഉണ്ടായിരുന്നു. പാശ്ചാത്യ വൈദ്യശാസ്ത്രം രൂപപ്പെട്ടതും വളർന്നതും ക്ലർജിയുടെ കരങ്ങളിലൂടെയാണ്. ആ വൈദ്യശാസ്ത്രം അരിസ്റ്റോക്രാറ്റിക്കാണ്. അതിന്റെ പിന്നിലെ അരിസ്റ്റോക്രസിയാണ് അതിനെ ശാസ്ത്രമായി ചിത്രീകരിച്ചത്. അഷ്ടവൈദ്യന്മാരായ പുലാമന്തോൾമൂസ് തുടങ്ങിയ ആളുകളും കേരളത്തിൽ ആയുർവേദത്തിന്റെ ധന്വന്തരി എന്നറിയപ്പെട്ട വൈദ്യമഠം കുടുംബവും കോട്ടയ്ക്കൽ, കോയമ്പത്തൂർ തുടങ്ങിയ ആര്യവൈദ്യ ഫാർമസികളും അതായത് വാര്യർ സമുദായവും കേശവ വൈദ്യരെ പോലുള്ള പ്രമാണിമാരായ ഈഴവ വൈദ്യന്മാരും നമ്പി തുടങ്ങിയവരും ഒക്കെ വൈദ്യശാസ്ത്രം കൊണ്ടുപോയിരുന്ന കാലഘട്ടത്തിൽ അവരെക്കാൾ ഒട്ടും പിന്നിലല്ലാതെ മണ്ണാന്മാരും മലയന്മാരും ഒക്കെ ഈ വൈദ്യശാസ്ത്രത്തെ കൊണ്ടു നടന്നു എന്നതും ആധുനിക ഭാരതീയനെ വൈദ്യശാസ്ത്രം അന്ധവിശ്വാസമാണെന്ന് പറയാൻ പ്രേരിപ്പിച്ചു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാക്കന്മാരെ എടുത്താൽ ഹിപ്പോക്രാറ്റസ് മുതൽ ഇങ്ങോട്ടുള്ളതായ പല ദേശങ്ങളിലും നിലനിന്നിരുന്നതായ സമ്പ്രദായങ്ങളെ പോയി പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത സഞ്ചാരികൾ ഉൾപ്പെടെ ഉള്ളവർ ഉന്നതരാണ്. ശാസ്ത്രം എന്ന് നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നതെല്ലാം പലതരത്തിലുള്ള ഉന്നതന്മാർ കൊണ്ടുവന്നതാണ്. അതിനൊന്നും ജനകീയ സ്വഭാവമില്ല.
അപ്പാർത്തൈഡ് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്ന അറിവിന്റെ മേഖലകളിൽ നിന്ന് പല വർഗത്തെയും മാറ്റി നിർത്തിയിരുന്ന ഒന്നിനെ പ്രശംസിക്കുമ്പോഴാണ് അതില്ലാതിരുന്ന ഒരു രാജ്യത്ത് രൂപാന്തരപ്പെട്ടതെല്ലാം വർഗീയമെന്ന് അധിക്ഷേപിച്ച് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹത. യൂറോപ്പിലെ ഒരറിവിനും ആ നാട്ടിലെ സാധാരണക്കാരുടെ കയ്യൊപ്പില്ല. മതസംഹിതകൾക്കായാലും ശാസ്ത്രസത്യങ്ങൾക്കായാലും ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ശരിയാണോ എന്ന് ഇനിയൊന്ന് ആലോചിച്ചു നോക്കി. മാത്രവുമല്ല, ആ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരൗന്നത്യത്തിന്റെ അഹന്ത കടന്നുകൂടാറുണ്ട്. ശരിയാണോ എന്ന് ആലോചിച്ചു നോക്കും. അതുവരെ നിങ്ങൾ തിന്ന ആഹാരം, അതുവരെ നിങ്ങൾ ശീലിച്ച പെരുമാറ്റം, അതുവരെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നവരോടുള്ള ഇടപാടുകൾ, ഇവയിലൊക്കെ മാറ്റം വരും. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മാറും. നിങ്ങളുടെ വിനയ സൗശീല്യ ആദരങ്ങൾ മാറിപ്പോവും. അത് പഠിച്ചിട്ട് ഭാരതീയമായത് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് വിനയം വരാറില്ല. നിങ്ങൾ ആ തലത്തിലേക്ക് ഇതിനെ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് പുതിയ മാനേജ്മെന്റ് ഗുരുക്കന്മാർ കളിക്കുന്ന കളി. ഭാരതീയ ദർശനങ്ങളും ആയുർവേദാദി ശാസ്ത്രങ്ങളും പഠിക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിലും നിങ്ങളുടെ ജീവിത രീതിയിലുമെല്ലാം വിനയ സൗശീല്യാദരങ്ങൾ വന്നു ചേരുകയും ശുചിത്വം സർവോപരി നിലനിൽക്കുകയും ചെയ്യും. ശരിയാണോ എന്നൊക്കെ ആലോചിച്ചു നോക്കും. ആണെങ്കിലേ സമ്മതിക്കാവൂ, ചുമ്മാ സമ്മതിക്കരുത്. സ്വാമിയെ പറയുന്നതെന്ന് പറഞ്ഞല്ല സമ്മതിക്കേണ്ടത്. ശരിയാണോ എന്ന് സ്വാനുഭവവും പരിചയമുള്ളവരുടെ അനുഭവങ്ങളും വെച്ച് ഒരു നിഗമനത്തിലെത്തിയാൽ മതി. അപ്പൊ ഈ മരുന്നുകളൊക്കെ പറിക്കാൻ പോകും. ഒന്നാമത്തെ കാര്യം ഇതെല്ലാം പറിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായാലേ പറിക്കാൻ പറ്റുള്ളൂ. പൊതുധാരയിൽ എപ്പോഴും വലിപ്പത്തോടുള്ള ഒരടിമത്വം മനസ്സിന്റെ ഭാവമാണ്. കാരണം ഇന്ത്യൻ വൈദ്യശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ ഏത് നാട്ടും പ്രതി, ബീഹാറിലേക്ക് എന്നാൽ ഇപ്പോഴും വഴിയരിയിലിരുന്ന പല്ല് പറിക്കുന്നത്. ബീഹാറിലൊന്നും മാറ്റം വരുത്താനായിട്ടില്ല. കേരളത്തിലെ പോലെ ആധുനിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് നിരോധിക്കാൻ പറ്റില്ല. കേരളത്തിൽ സമ്പൂർണ്ണമായി നിരോധിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഓരോ നിയമം കൊണ്ടുവരുമ്പോഴും ആധുനിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ നിയമനിർമ്മാണം ചെയ്താണ് അതിനെ സംരക്ഷിക്കുന്നത്. ആവശ്യം ഹേതുവായിട്ടല്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇനി പുതുതായിട്ട് ആരെങ്കിലും കയറി വന്ന് ഭരിച്ചാലും
കാരണം ഈ രണ്ടെണ്ണം മാത്രമായിട്ട് പറഞ്ഞു നിർത്തിയാൽ ഇനി വരാൻ പോകുന്ന ആൾക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ വിചാരിക്കുക. അല്ല, ആരും വന്ന് ഭരിച്ചാൽ, നിങ്ങളോ ഞാനോ വന്ന് ഭരിച്ചാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആധുനികതയ്ക്ക് ഓശാനപാടിയാണ്. ജനങ്ങളുടെ ആവശ്യമോ ജനങ്ങളുടെ സുഖമോ അന്വേഷിച്ചല്ല. കേരളത്തിലുണ്ടായിരുന്ന നാടൻ പശുക്കൾ അവ ആരും കുഴപ്പമില്ലാതെ ഇവിടെ സുഖമായി കൊണ്ടുപോയിരുന്നതാണ്. അന്ന് അവയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാർഷിക കോളേജുകളും മൃഗസംരക്ഷണ വകുപ്പുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. വാണിയൻ സമുദായമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗോസംവർദ്ധന പരിപാടിയുടെ ഭാഗമായി നിലനിന്നത്. അവരുടെ തൊഴിലായിരുന്നത് ചക്കാട്ടി എണ്ണയെടുക്കുന്നതും. ചക്ക ആട്ടണമെങ്കിൽ കാള വേണം. ആ കാളയെ വളർത്തുന്ന കൂടെ അവർ കുട്ടനെ വളർത്തിയിരുന്നു, മൂരിക്കാളകളെ വളർത്തിയിരുന്നു. അപ്പോൾ അവർ കാളയുമായി രാവിലെ വീട്ടിൽ വന്ന് പശുവിനെ എണ്ണ ചേർത്ത് അവർ തിരിച്ച് കാളയും കൊണ്ടുപോകും. അത് ഒരുപാടെണ്ണത്തിനെ ചേർക്കാൻ പറ്റില്ല. അപ്പം നാച്ചുറലായിട്ട് അതിൻ്റെ സുഖം ആ പശു അനുഭവിക്കും. അതുകൊണ്ട് പശുവും കാളയും ഇന്നത്തെ പോലെ ആക്രമണകാരിയായിരുന്നില്ല. അത് അവരുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിരുന്നു. 81-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇങ്ങനെ പറയുന്നത് 2 ഡോക്ടർമാരിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓർമ്മ എന്നൊന്നും പറയില്ല, 81-ലെന്ന് പറയും. 1-ലാണ് ഇവയെ ഇണചേർക്കുന്നതിനെതിരെ ലൈഫ് സ്റ്റോക്ക് നിയമം കൊണ്ടുവരുന്നു. 81 ആ നിയമം ഇപ്പോഴും നിലവിലുണ്ട്, മാറ്റിയിട്ടില്ല. നിയമം കൊണ്ടുവരുമ്പോൾ അതിൽ ഗവേഷണം ചെയ്യുന്നവർ, അത് പഠിച്ചിട്ട് വന്ന ഡോക്ടർമാർ, ഇവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ തൊഴിൽ വളർത്തുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഗോസംവർദ്ധനത്തിന് വേണ്ടിയല്ല. മാത്രമല്ല പുറത്തുനിന്നുള്ള ബീജമെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതിവിടുത്തെ എക്കോളജിയെ, ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും ചിന്തിച്ചിട്ടുമില്ല. മറ്റൊരു രാജ്യവും സമ്മതിക്കില്ലാത്ത ഒരു കാര്യമാണ് കേരളം ചെയ്തത്. മറ്റൊരു രാജ്യവും ഒരു രാജ്യത്ത് നിന്നൊരു വിത്തോ ഒരു ചെടിയോ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കർശന നിയമങ്ങളാണ് എയർപോർട്ടിലൊക്കെ ഉള്ളത്. എവിടുന്നും എന്തും ഇന്ത്യയിൽ കൊണ്ടുവരാം. അങ്ങനെയാണ് റബ്ബറും ഒക്കെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ നിയമം കൊണ്ടുവന്നാണ് വാണിയ സമുദായം തീരുമാനിച്ചു, ഏതായാലും ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പിള്ളേരെ വരെ പഠിപ്പിച്ചു, ചക്കം നിർത്തി, ഇത് നിർത്തി. മറിച്ച് അവരുടെ തൊഴിലിനെ വർദ്ധിപ്പിക്കുകയും അവരെ ആ ഗവേഷണത്തിന്റെ തലങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നെങ്കിൽ നാച്ചുറലായി അത്രയും കാലം കൈകാര്യം ചെയ്ത അവർക്കറിയുന്നിടത്തോളം അറിവ് ഈ പുതുതായി പഠിച്ചു വരുന്നവർക്കുണ്ടാവില്ലായിരുന്നു. അതാണ് വിദേശ രാജ്യങ്ങളിൽ സയൻസ് അടുക്കിൽ വളരാൻ കാരണമായത്. അവിടെ പ്രാചീനത മുതലുള്ള ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശാസ്ത്രം വളർന്നത്. നമ്മൾ അവിടെ വളർന്ന ശാസ്ത്രത്തെ ഇവിടെ കോപ്പി അടിക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി ഭാഷ തന്നെ ഒരു ജന്മം മുഴുവൻ കാണാതെ പഠിക്കുക. പിന്നെ അവരുണ്ടാക്കിയ ശാസ്ത്രം കാണാതെ പഠിച്ച് പ്രയോഗിക്കുക. കാലം നോക്കാതെ, ദേശം നോക്കാതെ, വസ്തു നോക്കാതെ അത് പ്രയോഗിക്കുക. എന്നിട്ട് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ അനുഭവിക്കുക. ഒരു രാജ്യത്തിന് അതിന്റെ വളർച്ചയുടെ ചരിത്രം ഉണ്ടാവും.
അതിൽ നിന്നുകൊണ്ട് ഒന്നും ഇന്ത്യയിൽ ഇന്നില്ല, അഭിമാനമല്ലാതെ. എല്ലാം കടമെടുത്തതോ കോപ്പിയടിച്ചതോ ഇറക്കുമതി ചെയ്തതോ ആണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ജീവിത രീതിക്കും യോജിക്കുന്ന വിധം ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ട് വളർന്നതൊന്നും നമുക്കിന്ന് പറയാനില്ല, കുറെ ദുരഭിമാനമല്ലാതെ. മുഴുവൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തെരഞ്ഞു നോക്കി പ്രയോജനപ്രദമായത് എടുത്താൽ ഒരു കാലത്ത് ലോകത്തിന് മാതൃകയായിരുന്ന രാജ്യം തിരിച്ച് മാതൃകയാകും എന്ന അഭിമാനമല്ല, മറിച്ച് ലോകത്തിനത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. ഒട്ടേറെ അറിവ് അങ്ങനെ കിടപ്പുണ്ട്. അതും തപ്പിയെടുക്കാൻ സായിപ്പ് വരേണ്ടി വന്നു. ഒന്ന് പാരമ്പര്യമായി അച്ഛൻ, അപ്പൂപ്പൻ മുതലായവർ പഠിച്ചു പോന്ന, നമ്മളിവിടെ ഇരുമ്പുരുക്കി ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പണി ആയുധങ്ങൾ. അതിനുപയോഗിച്ച രീതിയും അതിന് പദം വരുത്തുന്ന വിധത്തിൽ കാച്ചുന്നതും എല്ലാം മൺമറഞ്ഞു. ഏത് പെർഫെക്ഷനിലുള്ള തോക്ക് വരെ ഉണ്ടാക്കുന്ന കൊല്ലൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഇത്. അങ്ങനെ കഴിവുള്ളവനുണ്ടെങ്കിൽ അവനെ ജയിലിലിട്ടുകൊണ്ടാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരെക്കാൾ നീചന്മാരായിരുന്നു ഇന്ന് വരെ നമ്മളെ ഭരിച്ച നമ്മുടെ ഭരണാധികാരികളെല്ലാം. ജനാധിപത്യം എന്ന പേരിൽ നമ്മുടെ അറിവും കഴിവും പ്രോത്സാഹിപ്പിക്കാനല്ല അവർ ശ്രമിച്ചത്. പാശ്ചാത്യമായത് പഠിപ്പിച്ച് കോപ്പിയടിക്കുന്നവൻ മാത്രം വളർന്നാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ സിദ്ധാന്തങ്ങളും കലകളും രൂപങ്ങളുമെല്ലാം ഈ മണ്ണിന്റെ സ്വഭാവത്തിൽ വളർന്നു വന്നത് അരിസ്റ്റോക്രാറ്റിക്കായിട്ടല്ല, ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവയെ തമസ്കരിക്കുവാൻ ശ്രമിച്ചതെല്ലാം. ഇന്ത്യയിലെ ഹരിജന ഗിരിജന വിഭാഗങ്ങളിൽ, ആദിവാസികളിൽ ഉൾപ്പെടെ ഈ അറിവെല്ലാം ചെന്ന് നിൽക്കുന്നുണ്ട്. ജനകീയമല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെന്ന് നിൽക്കുക? ബ്രാഹ്മണൻ മാത്രമല്ല ആയുർവേദം ഉപയോഗിച്ച് ചികിത്സിച്ചത്. അപ്രതിമന്മാരായ ആയിരക്കണക്കിന് വൈദ്യശ്രേഷ്ഠന്മാർ എല്ലാ ജാതികളിലും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ, കേരളത്തിലും. അതിന്റെ നിദാനം, പൂർവരൂപം, നിദാനം, സംപ്രാപ്തി, ചികിത്സ എല്ലാം പഠിച്ചോ. രോഗം നിർണ്ണയിക്കാൻ കഴിയണമല്ലോ. പനിക്കൊരു മരുന്ന് നല്ലതാണെന്ന് പറഞ്ഞ് പനി വരുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് എഴുതി കൊടുക്കാൻ അത് പ്രയാസം ഉണ്ടാവില്ല. അത് പനിയാണ്, ഇന്ന പനിയാണെന്ന് തിരിച്ചറിയണ്ടേ? ആധുനിക രീതിയിൽ പഠിച്ചിട്ട് തിരിച്ചറിയുന്നവർ തന്നെ കുറവാണ്. ആധുനിക ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ മാരക രോഗങ്ങളെ കണ്ടെത്തുകയും അവയെ ചികിത്സിക്കുകയും ചെയ്തു എന്ന് ഉള്ള ചരിത്രരേഖകളാണ് ചരകവും സുശ്രുതവും വാഗ്ഭടവും എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ഇടയ്ക്കുണ്ടായവ. മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. സംസ്കൃത ഭാഷയോട് ഒരു ബന്ധവുമില്ല. ലക്ഷോപലക്ഷം താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. മാൻസ്ക്രിപ്റ്റ് ലൈബ്രറികളിൽ ഇന്നും അവ ഉറങ്ങുകയാണ്. അതൊക്കെ ഓരോ വൈദ്യന്മാരുണ്ടാക്കിയതാണ്. കണ്ണൂര് കുഞ്ഞിരാമൻ വൈദ്യൻ എഴുതിയിട്ടുള്ള ബാല ചികിത്സ എന്ന് പറഞ്ഞൊരു കൃതി തന്നെയുണ്ട്. ശൃംഗാരരസപ്രധാനമായാണ് എഴുതിയിരിക്കുന്നത്.
ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടോ മറ്റോ ആണ്. അല്ല, അദ്ദേഹം പബ്ലിഷ് ചെയ്തതാ, പ്രിന്റഡാ. ഇപ്പം ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, പദ്യരൂപത്തിൽ. നല്ല കൃതിയാണ്. ഇപ്പൊ ഇതെല്ലാം ഔട്ട് ഓഫ് പ്രിന്റ് മിക്കവാറും. കാരണം ഇത് ആർക്കാ വേണ്ടേ? ഒന്നാമത്തെ കാര്യം, പദ്യസങ്കല്പത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സെല്ലാം മാറി. പഴയ കാലത്ത് ഇതും ഏതാ ഉണ്ടോ? ചികിത്സാ കൗതുകം അത് താളിയോലകൾ പോയി കോപ്പി എഴുതി മേനോൻ കൊണ്ട് കൊടുത്തതാ. ഔട്ട് ഓഫ് പ്രിന്റ് ആയപ്പോൾ നിങ്ങൾ പ്രിന്റ് ചെയ്യണം. കാരണം 25 കൊല്ലം കഴിഞ്ഞതല്ലേ, നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാവുള്ളൂ. ആവശ്യമില്ലാത്തതെല്ലാം ചപ്പും ചവറുമൊക്കെ നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പ്രിന്റ് ചെയ്തു. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും രണ്ട് ചീത്ത വിളിച്ചാൽ അതിന്റെ താഴെയും വളിമുത്തൊന്നും പറഞ്ഞ് നിങ്ങൾ ഉടനെ തന്നെ പ്രിന്റ് ചെയ്യും. ആ നേരത്ത് നിങ്ങൾക്ക് ഇത് നല്ല കാര്യം വല്ലതും പ്രിന്റ് ചെയ്തുകൂടെ? ഏത്? പദ്യരൂപം. കവിത എന്ന് പറയുന്നത് ഗദ്യമുണ്ട്, പദ്യമുണ്ട്. ഗദ്യ കവിതയുണ്ട്. ഡി ക്വിൻസിയുടെയൊക്കെ ഗദ്യ കവിതയാണ്. നിങ്ങൾ ഈ കവിത എന്ന് പറയുന്നത് പദ്യരൂപത്തിലാണ്. ഒരു മീറ്റർ ഉണ്ട്, ഒരു ഋതമുണ്ട്. മീറ്ററുള്ളതാണ് പദ്യം എന്ന് പറയുന്നത്. പദ്യമാണ് എപ്പോഴും ആദ്യം ഉണ്ടാകുന്നത്. പദ്യത്തിന് ശേഷമേ ഒരു കുട്ടി ആദ്യമായിട്ട് പദ്യരൂപത്തിലേ സംസാരിക്കൂ. കുട്ടിക്ക് മനസ്സിലാകുന്നതും പദ്യമാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. സംസ്കാരത്തിന്റെ ആദിമകാലങ്ങളിൽ പദ്യരൂപത്തിലേ വരുള്ളൂ. കാരണം ഒരു താളമുണ്ട്. കുട്ടിയുടെ ചലനങ്ങൾക്കൊക്കെ ഒരു താളക്രമമുണ്ട്. ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ പദ്യരൂപത്തിലാവുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ എന്താ പറയുക, വാച്യം, വ്യംഗ്യം, ലക്ഷണ എന്നൊക്കെ പറഞ്ഞ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അധ്യാപകൻ? അപ്പൊ ആ കഷ്ടപ്പെടാൻ അധ്യാപകന് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അധ്യാപകൻ ഗദ്യരൂപത്തിൽ, ഇനി മാത്രമല്ല ഇപ്പം പദ്യം എഴുതിയാലും അങ്ങനെയാണ്. ഞാൻ പോയി അവൾ വന്നു, പദ്യമായി. അങ്ങനെയല്ലേ പുതിയ കവിത? അച്ഛൻ മുറ്റത്ത് മഴ പെയ്യുന്നു, അച്ഛൻ മുറ്റത്ത്, കോണകം മുറ്റത്ത്, കിണ്ടി മുറ്റത്ത്, അയ്യോ ഓടിക്കോ, കവിത കഴിഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടും. ഇതെഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പേരത്യന്താധുനികം അല്ലെങ്കിൽ ഉത്തരാധുനികം. പിന്നെ അതിനെക്കുറിച്ച് 10 പേരിരുന്നൊരു ചർച്ച ചെയ്യും. പദ്യമോ? മുക്കാലും പദ്യമോ? പദ്യരൂപത്തിലാണ്. ഇതിനെല്ലാം മീറ്ററുണ്ട്. അതിൽ ചില വൃത്തങ്ങൾ വല്ലാതെ ഹൃദയാവർജകങ്ങളാണ്. ശ്രദ്ധര തുടങ്ങിയ വൃത്തങ്ങളൊക്കെ നല്ല ഹൃദയാവർജകങ്ങളായ ആര്യ ചില വൃത്തങ്ങൾ പ്രായണ എഴുതുമ്പോൾ 8 അക്ഷരമുള്ള ഇതാണ് മിക്കവാറും വരുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിൽ എഴുതിപ്പോണം. അനുഷ്ടുപ്പ് ഛന്ദസ്സിലുള്ള. അപ്പോ കുട്ടികൾക്ക് ആദ്യം വരുമ്പോഴേ ആ താളമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ സമയത്ത് ഇത് പഠിപ്പിക്കണം പദ്യങ്ങൾ. പ്രായമായി കഴിഞ്ഞാൽ പദ്യം തലയിൽ കയറില്ല. കുട്ടിക്കാലത്ത് ഇത് കാണാതെ പഠിപ്പിച്ചൊരു ശീലം ഉണ്ടാക്കിയാൽ എളുപ്പമുണ്ടാവും. അത് നിന്നതുകൊണ്ടാണ് പദ്യം എഴുതുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയത്. ചൊല്ലാൻ അത് 2-3 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ആ രീതിയിലാവും. അതിനോടൊരു അഭിരുചി ഉണ്ടാവും. ആധുനികരുടെ ഇടയിൽ അത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ആ രീതിയിൽ എഴുതിയ ഒരുപാട് വൈദ്യഗ്രന്ഥങ്ങളുണ്ട്. അത് ഈ ആദിവാസികളൊക്കെ അവരുടെ കൊയ്യുമ്പോഴും ഞാറ് നടുമ്പോഴും വിതയ്ക്കുമ്പോഴും ഒക്കെ പാടുന്നതിൽ വൈദ്യശാസ്ത്രമുണ്ട്,
പിന്നെ സാമൂഹ്യശാസ്ത്രമുണ്ട്, കൃഷിശാസ്ത്രമുണ്ട്, കുട്ടികളെ വളർത്തുന്ന പരിചരണമുണ്ട്, ഭർത്തൃപരിചരണമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ജനകീയമായിരുന്നു ഈ സാധനം. അതിനെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ ആ രീതിയിൽ വളരാൻ സമ്മതിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽ പെടുത്തുകയും വൈദേശികമായ എല്ലാത്തിനെയും വിദേശി പോയതിന് ശേഷം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വിദേശികൾ ചെയ്യാത്ത വൈദേശിക മമത നമുക്കുണ്ടായത് നമ്മുടെ ആദ്യകാല നേതാക്കന്മാർ, ഭാരതീയരായ ആദ്യകാല നേതാക്കന്മാർ എല്ലാം പഠിച്ചത് അവിടെയായിരുന്നു. രാഷ്ട്രപിതാവ് മുതലിങ്ങോട്ട് ആധ്യാത്മികാചാര്യനായ അരവിന്ദ ഘോഷ് വരെ ഇന്ത്യൻ സങ്കേതത്തിൽ നിന്ന് വിദ്യ നേടിയ ആളുകളായിരുന്നില്ല. അരവിന്ദ ഘോഷ് അവിടെ പഠിക്കുമ്പോഴാണ് ഡാഗർ ആൻഡ് ലോട്ടസ് എന്ന സംഘടന തന്നെ ഉണ്ടാക്കിയത്. ബ്രിട്ടനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അരവിന്ദ ഘോഷിന്റെ സഹോദരന്മാരെയും അരവിന്ദ ഘോഷിനെയും അച്ഛൻ പഠിക്കാൻ വിട്ടത് ICSന് വേണ്ടിയാണ്. നിർബന്ധമായിരുന്നു ഒരു ബ്രിട്ടീഷുകാരനായി വളരണമെന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായി അരവിന്ദ ഘോഷ്, അത് വേറെ കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം സമഗ്ര യോഗയ്ക്ക് വേണ്ടി മാറ്റിയതുമെല്ലാം. പക്ഷെങ്കിലും പഠിച്ച അറിവ്, പഠനമാണല്ലോ ഒരാളെ പരിവർത്തനത്തിന് വിധേയമാക്കുന്നത്. ഭാഷ പരിവർത്തനത്തിന് വിധേയമാക്കുമെങ്കിൽ നിങ്ങൾ മാതൃഭാഷയിൽ നിന്ന് എന്നേ അന്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തറിയാമെങ്കിലും അത് നല്ലപോലെ നിങ്ങൾക്ക് ദഹിച്ചിട്ടുള്ള മാതൃഭാഷയിൽ പറയുന്നതിനേക്കാൾ മാതൃഭാഷ അറിയുന്നവരോട് പറയുമ്പോഴും ഒരു അന്യവൽക്കരിക്കപ്പെട്ട ഭാഷയിൽ പറയുമ്പോഴുള്ള ഒരഭിമാനം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. Am I right? ഇപ്പൊ നിങ്ങളിലൊരാള് മറ്റൊരാളോട് സംഭാഷണത്തിന് കയറിയാൽ പരമാവധി എൻ്റെ ഭാഷയിലെ പദങ്ങൾ ഉപയോഗിക്കണം എന്ന ബോധത്തെക്കാളേറെ എനിക്ക് വൈദേശിക ഭാഷയുടെ പദങ്ങൾ അറിയാം നിങ്ങളെക്കാൾ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്ഥാനത്തും അസ്ഥാനത്തും വരെ നിങ്ങൾ ആ പദങ്ങൾ കുത്തിച്ചേരും. ശരിയല്ല. കാരണം അതിലെ രണ്ട് വാക്ക് ചേർക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു രസം വരുന്നത്. അത് കുറയുന്നത് ഇന്ത്യക്ക് വെളിയിലേക്ക് പോയി ജോലി ചെയ്യുന്ന കുറേ ആളുകൾ മാത്രമാണ്. അവർ നാട്ടിൽ വന്നാൽ അവരവിടുന്ന് മടുത്തിട്ട് ഇതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്നേരം അവരോട്, അതും അതിൻ്റെ തലത്തിൽ നിന്ന് വന്നവരോട് നിങ്ങളിത് കയറ്റിക്കും. ശരിയാണോന്ന് ആലോചിച്ചോ? എന്താ നിങ്ങൾ ഈ അവനെ നോക്കിച്ചിരിക്കണം. അല്ല, ശരിയാണോന്ന് ആലോചിച്ചു. ഇത് കാരണം അതാണ്. അപ്പൊ നമ്മുടെ ശാസ്ത്രമെല്ലാം അന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ജനകീയ സ്വഭാവം നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. വർണ്ണവ്യവസ്ഥയും മറ്റതുമൊക്കെ നിലനിന്നപ്പോഴും ഇന്ത്യയിലെ എല്ലാ സമൂഹങ്ങളിലും വൈദ്യശാസ്ത്രം ഇറങ്ങിച്ചെന്നിരുന്നു. 100 കണക്കിന് ഔഷധങ്ങൾ അവർക്കറിയാമായിരുന്നു. ചികിത്സ അവർ ഭംഗിയായി ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നാഡീസംബന്ധമായ പ്രശ്നങ്ങളെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളവർ
നാഡികളാണ്. ഭിക്ഷ എടുത്ത് ജീവിച്ചവരാണ്. സ്വന്തമായി താമസിക്കാനൊരിടമില്ലാത്തവരും എച്ചില് മാത്രം കഴിച്ച് ജീവിച്ചവരുമാണ്. അവരുടെ കയ്യിലുള്ള ശാസ്ത്രം എത്ര വലുതായാലും അവരുടെ ആ ജീവിത രീതി തന്നെ ആ അറിവിനെ തമസ്കരിക്കുവാൻ കാരണമായി തീർന്നു. നാഡികൾ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. അവർ ചികിത്സയ്ക്ക് പൈസ വാങ്ങിക്കും. അവർ വീടുകളിൽ വന്ന് പറമ്പിൽ കപ്പയുടെ ഇടയിലും ഒക്കെയുള്ള എലിയെ പിടിച്ച് തിന്ന് നിങ്ങളുടെ കല്യാണത്തിനോ അടിയന്തരത്തിനോ ഉള്ള സദ്യ ഉണ്ട് കഴിഞ്ഞ് നിങ്ങൾ വലിച്ചെറിയുന്ന ഇലയിൽ കിടക്കുന്ന എച്ചില് വടിച്ചെടുത്ത് പാത്രത്തിലാക്കി വീട്ടിൽ കൊണ്ടുപോയി 4-5 ദിവസം ആ പഴയ ഭക്ഷണം വെച്ച് കഴിച്ച് ജീവിച്ചവർക്കായിരുന്നു നാഡിയെക്കുറിച്ചുള്ള ഏറ്റവും ബോധമുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ സ്വാമിമാരൊക്കെ നാഡി വിറ്റ് കാശുണ്ടാക്കുക. അത് നാഡി എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങളുടെ കച്ചവടം. എവിടെയെങ്കിലും പിടിച്ചിട്ട് ഇത് വാദനാഡിയാണ്, കഫനാഡിയാണ്, പിത്തനാഡിയാണ്, അതുകൊണ്ട് നിനക്കുള്ള രോഗം ഇന്നതാണ് എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞ് അത് നാഡി പഠിപ്പിച്ചു കൊടുക്കും. അതിനൊരു 1,00,000 രൂപ 50,000 രൂപ ഒക്കെ മേടിക്കും. നാഡി പഠിപ്പിക്കുന്നത് കാശാദ്യം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ട് പോകാൻ നേരത്ത് അവസാനമാണ് ഇതിന്റെ മന്ത്രദീക്ഷ, നാഡി ദീക്ഷ. നാഡി ദീക്ഷയിൽ ചെവി പറയുന്നത്, എടാ ഈ നാഡി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, ഞാൻ വിറ്റ പോലെ നീയും വിറ്റൊന്നു. മറ്റവരങ്ങനെയല്ല ചെയ്തത്. മനസ്സിലായോന്നറിയില്ല. ഇത് കൂട്ടായ കമത്ത, മറ്റതല്ല. മറ്റത് അവരൊരു ഇതിൽ പിടിച്ചാൽ പിടിക്കുമ്പോൾ തന്നെ ആ പർട്ടിക്കുലർ രോഗത്തിന് മാറ്റം വരും. അതിനുള്ള ഔഷധങ്ങൾ നിർദ്ദേശിക്കും. രാവണൻ, കണാദൻ, പാർശ്വനാഥൻ മുതലായവർ സംസ്കൃതത്തിൽ എഴുതിയതാണ് പുസ്തകങ്ങൾ. ഈ പറഞ്ഞവരാരും സംസ്കൃതം പഠിച്ചവരല്ല. നാഡീശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇവരുടേതെല്ലാം സംസ്കൃതത്തിലാണ്. ഭൃഗു മുതലായവരുടെ ഗ്രന്ഥങ്ങളെല്ലാം തമിഴിലാണ്. അഗസ്ത്യനാഡിയും ഭൃഗുനാഡിയുമൊക്കെ തമിഴില് പഠനങ്ങളായാണ് വന്നിരിക്കുന്നത്. ഹോഗർ ഒക്കെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. ഇവർക്ക് തമിഴും അറിയുന്നവരല്ല. പക്ഷെ ആ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന അറിവ് പ്രായോഗികമായി കാണിക്കുന്നവരാണിവർ. ഇവരുടെ ജീവിത രീതിയെ വെച്ച് ഉടുത്തൊരുങ്ങി നടന്നില്ല, പാൻസ് ഇട്ടില്ല, കോട്ടും സൂട്ടും ഉണ്ടായില്ല, മുഖത്ത് പേസ്റ്റ് അടിച്ച് കുഴിയെല്ലാം നിവർത്തില്ല. അതൊക്കെ ചെയ്താൽ ഈ അറിവൊന്നും ഇല്ലെങ്കിലും അവൻ കൊണ്ടു കിടക്കുന്ന സാധനത്തിന് മേന്മയുണ്ടാവും. അവർ നല്ല ആയുസുള്ളവരും രോഗങ്ങളില്ലാത്തവരും. ഈ ഒരു വ്യത്യാസമാണ് വന്നത്. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. അത് വെച്ചിട്ടാണ് നോക്കേണ്ടത്. ഇത് ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനുള്ളതെല്ലാം സമാഹരിക്കുമ്പോൾ തന്നെ രോഗം പകുതി മാറും. അത് സമാഹരിക്കുമ്പോൾ നിങ്ങളുടെ പാരസ്പര്യം കൂടും. ഒരു അച്ഛൻ മകന് വേണ്ടി ഒരു കടയിൽ ചെന്ന് 4 ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഒരച്ഛൻ മകനെ എടുത്തുകൊണ്ടുപോയി ഒരു ഡോക്ടറുടെ അടുക്ക കിടത്തി. ഹോസ്പിറ്റലിലാണ്, അവിടെ കിടന്നു. ആ വേദനയും യാതനയും അവൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് അനുഭവിക്കുകയാണ്. രോഗം മാറുമ്പോൾ അവന് വേണ്ടി പണം മുടക്കിയ ഒരച്ഛനോട് അവന് ബഹുമാനമൊന്നും ഉണ്ടാവില്ല. അവിടെ പാരസ്പര്യം ഉണ്ടാവില്ല. അവന്റെ വേദനയിലും യാതനയിലും പങ്ക് കൊണ്ട് ആ വേദന പകുതി താനും കൂടെ അനുഭവിച്ച്
അതിനുള്ള ഔഷധങ്ങൾ സമാഹരിച്ച് അവന് അതുണ്ടാക്കി കൊടുത്ത് അവനെ മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ ആ അച്ഛനോടും അമ്മയോടും ആ നാടിനോടും അവിടുത്തെ സസ്യജാലങ്ങളോടും ജീവജാലങ്ങളോടും അവൻ പോകുന്നിടത്ത് ഇടപെടുന്ന ആളുകളോടും എല്ലാം ബഹുമാനമുണ്ടാകുമെന്ന് മാത്രമല്ല, അവന് തൻ്റെ അമ്മ തൻ്റെ സഹോദരിയൊക്കെ ഇത് എടുത്തു കൊടുത്തപ്പോൾ എല്ലാ സ്ത്രീകളിലും ആ സഹോദരിയെയും അമ്മയെയും ഒക്കെ കാണാൻ കഴിയുകയും പീഡനാദികൾ ഇല്ലാതാവുകയും ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രയോജനം. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ച ഇതിൻ്റെ പ്രയോജനം എന്താ? മറ്റതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ്. കൊണ്ടുപോയി ഒരിടത്ത് തള്ളി അവർ നോക്കുന്നു. അപ്പോഴൊക്കെ അവൻ ടെൻഷനിലാണ്. കാരണം അവിടെ കിടന്നു. ഇപ്പൊ അമ്മ എന്ത് ചെയ്യായിരിക്കും? പുട്ടടിച്ച് സുഖമായിരിക്കും. ഞാൻ ഇവിടെ കിടക്കുക, ഇവിടെ തരുന്ന ബ്രെഡും ബണ്ണും മാത്രം കഴിച്ച് ഇവിടെ കിടന്നോളാൻ. രാവിലെ മുതൽ ഇഞ്ചക്ഷനും വേദനയും ബഹളവും ഒക്കെ. ആരെങ്കിലും കാണാനുണ്ടോ? വർത്തമാനം പറയാനുണ്ടോ? ചുറ്റും ട്യൂബ് ഇട്ട് ഇതിനകത്ത് കയറ്റിയിട്ടിരിക്കുക. മരിക്കുകയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ സുഖമാണ്. അവൻ മരണത്തെയാണ് സ്വപ്നം കണ്ടു കിടക്കുന്നത്. മരിക്കാറായവനായാൽ പോലും അവൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരിക്കുകയും അവരോട് സംസാരിക്കാൻ പറ്റുകയും മരിച്ചാൽ സ്വസ്ഥമായി മരിക്കുകയും അവൻ മരിക്കുമ്പോൾ പോലും ആ കുടുംബത്തിലെ ബന്ധത്തിനൊരു പ്രത്യേകത ഉണ്ടാകുന്നുണ്ട് ബാക്കിയുള്ളവർ തമ്മിൽ. മാത്രമല്ല, അതിൻ്റെ വേദന അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് വിനയം വരുന്നുണ്ട്. ഇത് മൂത്ത ജ്യേഷ്ഠനാണ്, ഇത് അച്ഛനാണ്, ഇതെൻ്റെ ഇളയ മകനാണ്, ഇവൻ ഈ രോഗം വന്നു, ഇവൻ ഇത്രയും അനുഭവിച്ചു, ഇവൻ എന്നോളം ദുഷ്ടനല്ല, അപ്പൊ ഞാനിനി എത്രയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്നൊരു വിനയം വരും. വീട്ടിലാവുമ്പോ ആ ഒരു തിരിച്ചറിവ് വരും. ആധുനിക ജീവിതത്തിൽ തിരിച്ചറിവാണ് ഇല്ലാതാകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സമ്മതമാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് സമ്മതമായില്ലെങ്കിൽ എനിക്ക് വളരെ സമ്മതമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കുറേശ്ശെ ചിന്തിക്കുന്നത് നല്ലതാണ്. 1 മണിയായെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിന്ന് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പേനാണ് അവസാനം എഴുതിയത്. കുരുമുളക് തുളസി ഇലയല്ലേ? ആണോ? അല്ല, തിപ്പല് പിടിച്ച് അവിടം വരെ എഴുതി അല്ലേ? ആ, റൈറ്റ്. ക്ലാസ് നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇത്രയും ദൂരമൊക്കെ താണ്ടി വന്നിട്ട്